എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 37-ാമത് വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തുമില്ല. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ഈ ചിലരെന്നുള്ളത് പുറത്തുള്ള ആൾക്കാരല്ല, ഇതിനകത്തുള്ള ആൾക്കാരാ. സ്തോത്രം. അപ്പം ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ചെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാർ തന്നെ ഇപ്പം വലിയ വിശ്വാസമൊന്നുമില്ല യേശു വരുമെന്ന്. അവരുടെ പ്രവൃത്തിയും പോക്കും ജീവിത രീതികളുമൊക്കെ കണ്ടാൽ അതൊക്കെ വിളിച്ച് പറയുന്നത് വരില്ലെന്നുള്ളതാണ്. അങ്ങനെ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ചില ആൾക്കാരുടെ മാനസാന്തരപ്പെടണമെന്ന് വെച്ച് ദീർഘക്ഷമ കാണിക്കുക. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഞാൻ സാധാരണ പ്രസംഗിക്കുന്നിടങ്ങളിൽ ലേഖനങ്ങളെ പറ്റി ഒന്ന് പറയാറുണ്ട്. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ നമുക്കറിയാം സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിൻ്റെ ദാസനായ പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. അപ്പോൾ ഏതാണ്ട് 14 ലേഖനം പൗലൂസ് എഴുതിയ ലേഖനങ്ങളാണ്. ഈ പൗലൂസിൻ്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ 4 നിലയ്ക്ക് പഠിപ്പിക്കും. 1 രക്ഷാശാസ്ത്രം, 2 ക്രിസ്തുശാസ്ത്രം, 3 സഭാശാസ്ത്രം, 4 അന്ത്യകാല ശാസ്ത്രം. അപ്പോൾ തന്നെ പൗലൂസിൻ്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത്യ ലേഖനം, എബ്രായ ലേഖനം, ഇത് 3 പൗലൂസിൻ്റെ തർജ്ജന ലേഖനങ്ങളാണ്. ഞാനെപ്പോഴും പറയും, എന്താ ഈ തർജ്ജനം ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരുവൻ ക്രമം കെട്ട് വഴിവിട്ട് വ്യവസ്ഥ തെറ്റി പ്രമാണം തെറ്റിപ്പോയാൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി യഥാസ്ഥാനത്താക്കണം. അതിനായി തർജ്ജനം ചെയ്യാന്ന് കൊടുത്തിരിക്കുന്ന ഒരാശയം. ഇപ്പോൾ നമ്മുടെ സഭകളിലൊന്നും അങ്ങനെ തർജ്ജനം ചെയ്യാറില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവരൊക്കെ നന്നായിട്ട് തർജ്ജനം ചെയ്യാൻ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളവരാ. പക്ഷേ പേടിയാ പലർക്കും. കാരണം തർജ്ജനം ചെയ്താൽ പിറ്റേ ആഴ്ച പാസ്റ്റർക്ക് സെൻഡോ മീറ്റിംഗ് ആയിരിക്കും, മിക്കവാറും അട്ടപ്പാടിക്കായിരിക്കും അടിക്കുന്നത്. അതുകൊണ്ട് വെറുതെ എന്തിനാ ഒരു ഓട്ടോ ഓടുന്നെന്ന് ഓർത്ത് മിണ്ടുകയല്ലാരും. ദൈവത്തിൻ്റെ ദാസന്മാരുടെ സഹധർമ്മണിമാരും ചിലപ്പോൾ പറയും, അച്ഛൻ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയേണ്ട, സങ്കീർത്തനവും എല്ലാം വായിച്ചാൽ അനുഗ്രഹത്തിൻ്റെ ഒരു ദൂത് പറഞ്ഞാൽ മതി. ഇയാൾ ഈ ഉപദേശവും പ്രമാണവും എല്ലാം കൂടെ പറഞ്ഞ് ആരും ഗുണപ്പെടാനായി എനിക്കിതെല്ലാം കെട്ടിപ്പാറി വലിച്ചു കെട്ടി കൊണ്ടുപോകാനൊന്നും സ്ത്രീകൾക്ക് ആ ബുദ്ധിമുട്ട്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ആകണമെങ്കിൽ ഒരു 2-3 മാസം മുമ്പ് ഇതെല്ലാം പറക്കി കെട്ടിയെങ്കിലേ ഒന്ന് ഓർഡറി വരുവുള്ളൂ. ചെന്ന് ചെല്ലുന്നിടത്ത് ഒരു 3 മാസം ആയെങ്കിലേ ഇതെല്ലാം കൂടെ ഒരു ഓർഡറി വരുവുള്ളൂ. അപ്പം ആണ്ടോടാണ്ടൊക്കെ പുള്ളി ഓരോ പ്രസംഗത്തിൽ ട്രാൻസ്ഫർ കിട്ടുകയാണ് എവരാ ഉഴയെന്ന്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഊണറൊക്കെ തഞ്ചി കഴിയുമ്പം ചിലർ ദൈവരാശിമാർ പറയും, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട, കഴിഞ്ഞ ആഴ്ച ഇച്ചിരി കൂടിപ്പോയി, അതൊന്നും വേണ്ട, നമ്മളെങ്ങനെയാലും 2-3 കൊല്ലം ഇവിടെ തികച്ച് പിടിച്ച് നിൽക്കണം, കൊച്ചിനെ ചേർത്തിട്ടുണ്ട്, പല കാര്യങ്ങളുണ്ട്, നമ്മളിമ്മ ഉദാശോ ആ പ്രമാണമാണെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് 91 സങ്കീർത്തനം അങ്ങ് വായിച്ച് പറഞ്ഞാൽ മതി. അതാകുമ്പോൾ ആർക്കും ഒരു കുഴപ്പവും. അപ്പം അത് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എന്നാൽ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവഹിതമാണ്. പൗലോസ് ആ കാര്യം വളരെ കർക്കശമായി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, പിന്നെ സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അടുത്തൊരു പദമുണ്ട്, എന്തുവാ? തർജ്ജനം ചെയ്യുക. ദൈവഹിതമാണ്. ഈ വചനം പ്രസംഗിക്കണമെന്ന് പൗലോസ് തിമത്തിയോസിനോട് പറയാൻ കാരണം, ഇപ്പോൾ വചനം പലയിടത്തും പ്രസംഗിക്കുന്നില്ല. ഇതിനകത്തെല്ലാം മായം ചേർത്തും കൂട്ട് ചേർത്തും ഒക്കെയായി പറയുന്നത്. ശരിയായ നിലയിൽ പലരും പറയുന്നില്ല. അത് പലർക്കും അറിയാൻ പാടില്ല എന്നിട്ടല്ല. എന്നേക്കാൾ നന്നായിട്ട് ദൈവവചനം സംസാരിക്കുന്ന, പഠിപ്പിക്കുന്ന, അറിവുള്ള, ജ്ഞാനമുള്ള അനേകം 100 കണക്കിന് ദൈവദാസന്മാർ, 100 കണക്കിനല്ല. പക്ഷെ അവർ പലരും പറയാത്തതിൻ്റെ കാരണം പല വിഷയങ്ങളോർത്തായി പറയാത്തത്. 1, സ്തോത്രകാഴ്ച ചിലപ്പോൾ കുറയും. 2, ദശാംശം തരുന്ന പുള്ളി തരികയില്ല. 3, ഈ ബന്ധുക്കാരൊക്കെ സഭയ്ക്കകത്തുണ്ട്.
അപ്പം അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചപ്പോൾ ഈ തർജ്ജനം ചെയ്യാത്ത അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, എന്നാൽ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവഹിതമാണ്. അപ്പൊ പൗലോസ് പറയുക വചനം പ്രസംഗിക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അന്ത്യകാലത്ത് വചനം പ്രസംഗിക്കത്തില്ല പലരും. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ, ഞാനുള്ളത് ചേർത്ത് പറഞ്ഞാൽ, അമ്മമ്മക്കഥയും കിഴവിക്കഥയും കെട്ടുകഥയൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങ് പോകും ആൾക്കാർ. കണ്ട 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചേ. തീമത്തിയോസ് 1 തീമത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിക്കണം. അപ്പോൾ ഭക്തിക്ക് യോജിക്കാത്ത ഭക്തിവിരുദ്ധമായ കിഴവിക്കഥ. അപ്പോൾ അവസരം കിട്ടുമ്പോഴൊക്കെ അമ്മമ്മ കഥ, കിഴവിക്കഥ, ഉമ്മാക്കി കഥയൊക്കെ പറഞ്ഞ് സമയം മെനക്കെടുത്തും, വചനം പ്രസംഗിക്കത്തില്ല. തന്നെയല്ല, കെട്ടുകഥ എന്നൊരു പദമുണ്ട്. 1:3 വായിച്ചേ. 1:3 അവിടെ കെട്ടുകഥ എന്നാ കൊടുത്തേക്കുന്നത്. അന്യതാ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥ. അപ്പോൾ അമ്മുമ്മ കഥ, കിഴവിക്കഥ, ഉമ്മാക്കി കഥ, കെട്ടുകഥ, പഴയ മാമൂലുകള്, പാരമ്പര്യം, ഇതിൻ്റെ എല്ലാം പിറകെ പോയി ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. ഞാനിപ്പോൾ മിക്കയിടങ്ങളിലും പറയും, വചനം കേട്ട് ഉണരുന്നതാണ് ശരിയായ ഉണർവ്. ഈ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ വിവിധ ശുശ്രൂഷകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അന്യഭാഷ, പ്രവചനം, വീര്യപ്രവർത്തികളുടെ വരം, രോഗശാന്തികളുടെ വരം, വിവിധ ഭാഷാവരം, ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, അങ്ങനെ വിവിധ കൃപാവരങ്ങൾ. 9 വിധത്തിലുള്ള വരമാണ് സാധാരണ പഠിപ്പിക്കുന്ന. വേറെയും വരങ്ങളുണ്ട്. അപ്പോൾ വിവിധ വരങ്ങളും കൃപകളുമൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ വചന ശുശ്രൂഷയാണ്. കാരണം സകല വരങ്ങളും സകല കൃപാവര ശുശ്രൂഷയും വചന ശുശ്രൂഷയുടെ കീഴിലാണ്. കാരണം ബാക്കി കൃപാവരങ്ങളെല്ലാം നിന്നു പോകുന്നതാ, മാറിപ്പോകുന്നതാ. അത് എന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശുശ്രൂഷ ദൈവവചന ശുശ്രൂഷയാണ്. അതുകൊണ്ട് വചനത്തിനായിരിക്കണം പ്രാധാന്യം നാം കൽപ്പിക്കുന്നത്. അതെ, ഇവിടെ പൗലോസിന്റെ 3 ലേഖനങ്ങൾ ഞാൻ ഓർപ്പിച്ചല്ലോ, തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത്യ ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാകാൻ കാരണം നാടൻ ഭാഷ പറഞ്ഞ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. അതിൽ ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. എന്നാൽ കൊരിന്ത്യ ലേഖനം ജീവിത പിശക് കണ്ട് അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനത്തിന്റെ വിശേഷത, വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ വിശ്വാസികളെ ഉറപ്പിച്ച് നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. കമ്പിവാചകം പോലെ മുഖവരയായിട്ട് ചില കാര്യം പറഞ്ഞ് മുൻപോട്ട് പോകാം. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരെ എഴുതിയ ലേഖനമാണ്. ഈ ഗലാത്യ വിശ്വാസികൾ വിശ്വാസത്തിലൊക്കെ നല്ല തീക്ഷ്ണതയുള്ളവരാ. ആരംഭകാലത്ത്, ഇറങ്ങിയ കാലത്ത് വിശ്വാസത്തിൽ ഭയങ്കര തീക്ഷ്ണതയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് കഴുത്ത് വെച്ചവരും മനസ്സ് വെച്ചവരും ഉണ്മയോടെ, ഉശിരോടെ, വളരെ തീക്ഷ്ണതയോടെ, കുതൂഹലത്തോടെ കർത്താവിനെ സേവിച്ചവരാ ഗലാത്യ വിശ്വാസികൾ. കർത്താവിൻ്റെ വേലയ്ക്ക് വളരെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിച്ചവരാ. അവരുടെ തീക്ഷ്ണതയുടെ ഒരു പ്രത്യേകതയാണ്, ഒരിക്കൽ അവർ പൗലോസിനോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഞങ്ങളുടെ കണ്ണ് പോലും ചൂന്നെടുത്ത് തരാമെന്ന്. ഈ പൗലോസിന് കാഴ്ചയ്ക്കല്പം കുഴപ്പമുണ്ടായിരുന്നെന്നും കണ്ണിന് ബുദ്ധിമുട്ടായിരുന്നെന്നും. അപ്പോൾ ഒരു ചിന്ത പറയുന്നത്, ഈ തൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പോലും ഇടയ്ക്ക് ഭയപ്പെട്ടെന്നാണ്. അപ്പം ഗലാത്യ വിശ്വാസികൾ പറഞ്ഞ്, പേടിക്കണ്ട, അഥവാ കണ്ണ് പോയാൽ ഞങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് തരാമെന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് കർത്താവിനെയും കർത്താവിൻ്റെ വേലക്കാരെയും കർത്തൃവേലയ്ക്ക് ചുമല് കൊടുത്തവരാ. എന്നാൽ ഉപദേശയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാനിരിക്കുക, അവസരം കിട്ടുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വലിയ ഈ സഭയ്ക്കകത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ കൊട്ടാരക്കര വെലങ്ങരയൊക്കെ പെന്തിക്കോസിൻ്റെ ഈറ്റിലമാണ്. അതുപോലെ തന്നെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലവും രണ്ടും പറയണം. സ്തോത്രം. നാട്ടുകാർക്ക് നമ്മളെയൊക്കെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. സ്തോത്രം. ഇത് ഈറ്റില്ലമാണ്. അപ്പം തന്നെ അത് ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. അപ്പം കഴിയുമെങ്കിൽ കണ്ണ് പോലും ചൂന്നെടുത്ത് തരാമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് തീക്ഷ്ണതയാണ്. അപ്പം ആരംഭകാലത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് മനസ്സ് വെച്ചവരും കഴുത്ത് വെച്ചവരും ചുമല് കൊടുത്തവരുമായവർ കാലക്രമേണ ഇതിൽ നിന്ന് അകന്നു. ദുരുപദേശം പഠിപ്പിക്കുന്നവർ സഭയ്ക്കകത്ത് കയറി.
ഞാൻ എന്നാൾ ഓർപ്പിച്ചതുപോലെ അവര് നുഴഞ്ഞു കയറി എന്നാണ് എഴുതിയേക്കുന്നത്. അവര് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അപ്പൊ സഭയ്ക്കകത്ത് ദുരൂപദേശക്കാരൻ നുഴഞ്ഞു കയറി. ഈ നുഴഞ്ഞെന്നുള്ള പദമാ യൂതയും കൊടുത്തിരിക്കുന്നത്. 3 യൂത 3 അവിടെ നമുക്ക് അറിവുള്ള വാക്യമാ. നുഴഞ്ഞെന്നാ അവിടെ കൊടുത്തേക്കുന്നത്. യൂത 3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ദുരൂപദേശക്കാര് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. അപ്പൊ ഇങ്ങനെ കയറി ഗലാത്യ സഭയ്ക്കകത്തും വന്ന് ഗലാത്യയിലുള്ള വിശ്വാസികളെയും ദുരൂപദേശം പഠിപ്പിച്ച് ദുരൂപദേശത്തിന്റെ കാറ്റിനാൽ ഇവരാടി കൊലഞ്ഞു. അപ്പൊ പൗലോസിന് മനസ്സിലായി, മൗനമായിട്ടിരുന്ന കാര്യം നടക്കത്തില്ല, ഇതിനെതിരെ ഖണ്ഡനം നടത്തണം. സ്തോത്രം. നമ്മൾ പറയുന്ന നമ്മളായിട്ടൊന്നും പറയണ്ട, ഇനി അത് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകണ്ട. ഓൾറെഡി ഇപ്പം പ്രശ്നം ഇഷ്ടം പോലെ ഉണ്ട്. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും സഭ പാടുന്നു, സഭയെ വഴക്കുണ്ടാക്കുന്നു, കസേരയ്ക്ക് അടിക്കുന്നു, കത്തിക്ക് കുത്തുന്നു, തമ്മിത്തല്ലുണ്ടാക്കുന്നു. ഇനി അതിനിടയ്ക്ക് പിന്നൊരു പ്രശ്നം. നമ്മളായിട്ടൊരു പ്രശ്നം വേണ്ട, എങ്ങനെയും ആയിപ്പോട്ടെന്ന്. അങ്ങനല്ല. പൗലോസ് മനസ്സിലായി, മൗനമായിട്ടിരുന്ന കാര്യം നടക്കത്തില്ല. പൗലോസ് എഴുന്നേറ്റ് ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തുക. അപ്പൊ പൗലോസ് പറഞ്ഞു, അല്ലയോ ഗലാത്യരേ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ, നിങ്ങളാരും അതിന് വഴിപ്പെട്ടു പോകരുത്. അപ്പൊ 1-ാം അധ്യായത്തിൽ കർക്കശമായി താൻ ഖണ്ഡനം നടത്തുക. 2-ാം അധ്യായത്തിൽ വിസ്തരിക്കുന്നില്ല. നിങ്ങൾ നന്നായിട്ടൊക്കെ ഓടി, പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഓടാനൊന്നും വയ്യ. ആരൊക്കെയോ എന്തൊക്കെയോ നിങ്ങളെ തടുത്ത് നിർത്തിയിരിക്കുക. നിങ്ങൾക്ക് പഴയ തീക്ഷണതയോടെ നിൽക്കാൻ പറ്റുന്നില്ല. 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവേശുവിനെ ഇത്ര വ്യക്തമായിട്ട് വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? കർത്താവിന് മഹത്വം. നിങ്ങൾക്കൊരു മന്നത, മയക്കം, ക്ഷീണം, തളർച്ച ഇതെല്ലാം പിടിപെട്ടിരിക്കുക. 4-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഞാൻ ഭയപ്പെടുന്നത്. 4:11 വായിച്ചേ. 4:11. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് ഒത്തിരി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയ ഇവരെ ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ മിക്ക ഇടങ്ങളിലും പറയും, ഒരാത്മാവിനെ നേടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആടിനെ മോഷ്ടിക്കുന്നത് എളുപ്പമാണ്. ആട് മോഷണക്കാരൊത്തിരി ഉണ്ട്. ആത്മാവിനെ നേടുന്ന വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു വീട്ടിൽ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ സുവിശേഷം പറയാനെന്ന് ചെന്നേ, ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴേക്കും സുവിശേഷ വേലക്കാരൻ ആ വല്യപ്പൻ അവിടെ നിൽക്കുക, വാശി കയറി. എന്നാൽ നമ്മൾ പോകുകയല്ല, അവിടെ പിന്നെയും കറങ്ങി നിൽക്കും. പോകാനല്ലയോ ഇയാളോട് പറഞ്ഞെന്ന് ചോദിക്കും, ക്ഷോഭിക്കും. എന്നാൽ നമ്മളങ്ങ് പോകും ഉടക്കൊണ്ടാക്കാതിരിക്കാൻ. പിറ്റേ ദിവസം പിന്നെയും ചെല്ലും. അന്നേരം അപ്പം പിന്നെ നോക്കുക, ഇയാൾ ഇന്നലെ ഇവിടെ കിടന്ന് കറങ്ങുന്ന കണ്ടല്ലോ, പിന്നെ എന്നാ അപ്പച്ചാ ഇന്നലെ വന്നിട്ട് സുവിശേഷം ഒന്നും പറയാനൊത്തില്ല. വേണ്ട ഒക്കെ ഞങ്ങളുടെ പള്ളിയിൽ പറയുന്നുണ്ട്, ഞങ്ങളതൊക്കെ കേൾക്കുന്നവരാ. അപ്പറേ ഗോപാലൻ താമസിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയി ഗോപാലൻ്റെ ഒക്കെ ചെല്ലുമ്പോൾ ഗോപാലൻ പറയും, ആണ്ട് തോമാച്ചൻ അപ്പുറമുണ്ട്, നമ്മളെ അങ്ങോട്ടും കയറ്റുകയല്ല. അപ്പം നമ്മൾ ആട്ടി വിടുമ്പോൾ നമ്മൾ 3-ാം ദിവസം പിന്നെയും ചെല്ലും. നമുക്ക് നാണമില്ലല്ലോ. 3-ാം ദിവസം പിന്നെയും ചെല്ലും. അപ്പം ചോദിക്കും, താനെ 1-2 ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുക, എന്നാ കാര്യം എന്നാ? അപ്പോൾ ഞാൻ സുവിശേഷം. എന്തോ സുവിശേഷം? യേശുക്രിസ്തു പാപികളെ രക്ഷിക്കും, യേശുക്രിസ്തു രോഗിയെ സൗഖ്യമാക്കും, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകും, യേശുക്രിസ്തു രാജാവായി വീണ്ടും വരും. തീർന്നു. അപ്പോൾ 5-ാം ദിവസം പിന്നെയും നമ്മൾ ചെന്നു. അന്നേരം ചോദിക്കും, ഇയാൾ ഇന്നലെ ഇതെല്ലാം പറഞ്ഞേച്ച് പോയതാ, പിന്നെ എന്നെ പമ്മി പിന്നെ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഞാൻ സുവിശേഷം പറഞ്ഞതേ ഉള്ളൂ, പ്രാർത്ഥിച്ചില്ല. ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ. അല്ല, എന്നാലും എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചങ്ങ് പോവും. ഉടനെ നമ്മളവിടെ നിന്ന് പ്രാർത്ഥിക്കും. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചോണം. ദോഷമൊന്നും പ്രാർത്ഥിച്ച് വെക്കരുത്. ദൈവമേ സന്ദർശിക്കണമേ, സ്വസ്ഥത കൊടുക്കരുത്, അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കരുത്.
ദൈവമേ കുടുംബത്തെ അനുഗ്രഹിക്കണം, ഈ അപ്പച്ചനെ അനുഗ്രഹിക്കണം, ഈ ദേശത്തെ അനുഗ്രഹിക്കണം, ഈ ഭവനത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണം, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ദൈവത്തിൻ്റെ ടൈമായെങ്കിൽ ആ അപ്പൻ്റെ ഉള്ളത്തിൽ ദൈവം ഇടപെടും. എടാ 4-5 ദിവസം ആട്ടി ഓടിച്ചിട്ടും 5-ാം ദിവസം അനുഗ്രഹിച്ചാന്നല്ലോ പ്രാർത്ഥിച്ചത്. അപ്പം ചിലപ്പോൾ ടൈമായെങ്കിൽ അദ്ദേഹം പറയും, ഇനി ഉപദേശി ഇതിലേ പോകുമ്പോൾ ഇവിടെ കയറി പ്രാർത്ഥിച്ചേച്ചേ പോകാം. അപ്പം നമ്മൾ 6-ാം ദിവസം പിന്നെ അങ്ങോട്ട് തന്നെ ചെന്നു. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, എവിടെ പോയതാ? ഞാൻ ഇവിടെ ഉമ്മന്നൂർ വരെ വന്നതാ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങും പോയതല്ല, അങ്ങോട്ട് തന്നെ നമ്മൾ ചെന്നതാ. എന്നാൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കൃപാവരമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു വെളിപ്പാടോ ഒരു ദർശനമോ കണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ ഒരു വാക്യം പ്രകാശിച്ചു, അതിനെപ്പറ്റി 2 കാര്യം പറഞ്ഞു. കർത്താവിൻ്റെ സമയമാണെങ്കിൽ ഹൃദയത്തിൽ ദൈവം ഇടപെടും. സ്തോത്രം. അപ്പോൾ അവർ ചിലപ്പോൾ പറയും, ഞങ്ങളുടെ മോൻ്റെ ഒരു വിഷയമുണ്ട്, അതിനൊന്ന് പ്രാർത്ഥിക്കണം. ഉടനെ നമ്മൾ അതിന് പ്രാർത്ഥിച്ചു. ഉടനെ പറയും, ഇവിടെ രോഗിയായിട്ട് എൻ്റെ ഒരു ബന്ധുവുണ്ട്, നമുക്ക് അത്തറ്റം പോയി ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞും പ്രാർത്ഥിച്ചു എത്ര ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയ ഒരാത്മാവിനെ നേടുന്നത്. ഈ ആടിനെ മോഷ്ടിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ എളുപ്പമാണ്. 2 ദൂതും ഒരു പ്രവചനവും ഒരു അടിയും ഒരു ചാട്ടവും ഒരു ഫലസനവും ഒക്കെ ഫലസിക്കുമ്പോൾ കാര്യം അങ്ങ് നടക്കും. അപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആത്മാക്കളെ നേടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പൗലോസ് ഒത്തിരി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയ ഇവരെ കൃപയിൽ കൊണ്ടുവന്നത്. പക്ഷെ ആ പൗലോസ് പറയുക, ഞാനങ്ങനെ കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ നേടിയത്, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് ഇപ്പോൾ എനിക്ക് ഭയമാണ്. കാരണം നിങ്ങളുടെ പോക്കും ഇപ്പോഴത്തെ രീതിയും ഇപ്പോഴത്തെ ആ നിലപാടും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയം വരുന്നു. അതെന്താ പൗലോസ് അങ്ങനെ ഭയപ്പെടാൻ കാര്യം? 10-ാം വാക്യം വായിച്ചേ. 10-ാം വാക്യം. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം പ്രമാണിക്കുന്നു. അതൊക്കെ വിസ്തരിച്ച് പ്രസംഗിക്കേണ്ടതാ, ഞാൻ ആ ഭാഗത്തേക്ക് അധികം കയറുന്നില്ല. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ ഇതെല്ലാം പ്രമാണിക്കാൻ തുടങ്ങി. ആ പഴയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദിവസങ്ങളെ പറ്റി എല്ലാം നിങ്ങൾക്ക് ഇപ്പം ആചാരം തുടങ്ങി. പണ്ട് വിട്ടു പോണതെല്ലാം ഇപ്പം എടുക്കുക. ഈ പണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിച്ചുപേക്ഷിച്ചതെല്ലാം നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. പെന്തിക്കോസ്, എനിക്ക് ചരിത്രമൊന്നും അധികം അറിയത്തില്ല, പറഞ്ഞുള്ള കേൾവിയാ പലതും. നിങ്ങൾ പലരും അനുഭവസ്ഥരാണ്. അപ്പോൾ പണ്ട് കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ ഈ പിതാക്കന്മാർ വേണ്ടാന്ന് വെച്ചതെല്ലാം ഇപ്പം 2-3 തലമുറ വന്നപ്പോൾ പ്രാർത്ഥിച്ചത് നേടിയെടുക്കുക. അവർ വേണ്ടാന്ന് പറഞ്ഞതെല്ലാം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. ഈ പെന്തിക്കോസുകാരെക്കാളും പഴക്കം ബ്രദറുകാർക്കാണ്. അപ്പം ബ്രദർ സഭ ബീഹാറെ തുടങ്ങി, പിന്നെ കുമ്പനാട്ടമൊക്കെ തുടങ്ങി. അപ്പോൾ അതിന് മുമ്പ് വിയോജിത പ്രസ്ഥാനമുണ്ട്, സൈമൺ സാറ് തുടങ്ങി. വിയോജിതം എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വിട്ടേച്ച് വിയോജിപ്പായി, അത് യോജിക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ സാറ് ഇറങ്ങിപ്പോന്നു, സാറിൻ്റെ കൂടെ പലരും ഇറങ്ങി വന്നു. സത്യം ഇതാണെന്ന് അറിഞ്ഞിട്ടും ഇതെല്ലാം വിടാതെ അവിടെ പിടിച്ചു നിന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കറിയാം ഉപദേശം ഇതാണ്, സത്യം ഇതാണ്, വേർപാട് ഇതാണെന്നൊക്കെ അവർക്കറിയാമെങ്കിലും പല കാര്യങ്ങൾ ഓർത്തവർ വിടാതെ പിടിച്ചു നിന്നു. അപ്പം വിടാതെ നിന്നവരെ അത് വിട്ടേച്ച് വരാൻ വേണ്ടി സാറ് ഈടുറ്റ പ്രസംഗങ്ങൾ നടത്തി. ഖണ്ഡന പ്രസംഗവും ഉപദേശങ്ങൾ തെളിയിച്ചും ഒക്കെ നടത്തി. അപ്പോൾ തന്നെ സാറ് നല്ല പാട്ട് എഴുതി, ഈടുറ്റ ഗാനങ്ങളാണ്. അപ്പം അങ്ങനെ അവർ വിട്ടുപോരാനുള്ള ഉദ്ദേശത്തോടെ സാറ് പാട്ടെഴുതി. ആ പാട്ടിൻ്റെ 1-2 വരി പാടാൻ എന്നാലും വരികളങ്ങ് പറയാം. അപ്പം ഈ സമുദായത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റാണെന്ന് മനസ്സിലായിട്ടും അത് വിടാതെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ വിട്ടേച്ച് വരാൻ വേണ്ടി സാറ് പാട്ടെഴുതി. ആ പാട്ടിൻ്റെ വരി അറിയാവുന്നവർ ചേർന്ന് പാടുന്ന പഴയ പാട്ടാണ്. വാമേലെ ബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. വാമേലെ ബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. പ്രേമമുള്ളോരാമനാമുകളും ശനിർ ഹെർമോൻ മുടികളും വിട്ട് നീ പോരിക ശാലോമിയെ വരികന്റെ പ്രിയേ ചേലേഴും സ്വർലോക സുന്ദരിയേ. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കളിഷോടതികൾ. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കളിഷോടതികൾ. ജിംനേഷ്യമോടാത നാടകശാലകൾ, ജിംനേഷ്യമോടാത നാടകശാലകൾ എന്നിവയോർത്തു നീ താമസിച്ചിടല്ലേ ശാലോമിയെ വരി എൻ്റെ പ്രിയ
പ്രിയേ ചേലേഴും സ്വർലോക സുന്ദരിയേ മാളിക വീടുകൾ ഗോപുരങ്ങൾ മേളമേഴുന്ന ദേവാലയങ്ങൾ കാളേജുകളോടു യൂണിവേഴ്സിറ്റിയും ഏതുമേ നോക്കാതെ പോരികന്നായികെ ശാലോമിയെ വാരി എൻ്റെ പ്രിയേ ചേലേഴും സ്വർലോക സുന്ദരിയേ വേഷവിശേഷങ്ങളാഭരണം ജാതികൾക്കുള്ള ദുരാചരണം വേഷവിശേഷങ്ങളാഭരണം ജാതികൾക്കുള്ള ദുരാചരണം പാടാൻ നേരമില്ല. അപ്പൊ ഇതെല്ലാം വിട്ടേച്ച് വരാനാ സാറ് പ്രബോധിപ്പിച്ചെഴുതിയത്. അപ്പൊ അന്നത്തെ പിതാക്കന്മാര് ഇതെല്ലാം വിട്ടു. നമ്മളിപ്പോ ഇതെല്ലാം പ്രാർത്ഥിച്ച് എടുക്കുക. ഈ സാറിൻ്റെ ഭാഷ്യമൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യുങ്കളിൽ ക്ഷോടതികൾ. അപ്പം പണ്ടൊക്കെ പെന്തിക്കോസുകാർ ചിട്ടി നടത്തുകാരെന്നെങ്കിൽ മാനസാന്തരപ്പെടുമ്പോൾ ചിട്ടി അങ്ങ് നിർത്തും. ബിസിനസ് ഉള്ളവർ, ചിട്ടിക്കാർ, കാശ് പലിശയ്ക്ക് കൊടുക്കുന്നവർ, കച്ചവടക്കാർ മാനസാന്തരപ്പെട്ടപ്പോൾ അതങ്ങ് കച്ചവടവും പ്രമാണവും കൂടെ ഒന്നിച്ച് കള്ളത്തുലാ സഹോവയ്ക്ക് വെറുപ്പാ. ഇത് രണ്ടുകൂടെ ഒന്നിച്ച് പോവുകയല്ല. പണ്ടങ്ങനെ ബാങ്ക്, ചിട്ടി, കമ്പനി, ഇപ്പം നമ്മൾ ഫിക്സഡൊക്കെ ഇടുക കൊണ്ടങ്ങ് യഹോവ ഇത്രത്തോളം അതാ അയ്യോ നമ്മളെ ഇത്രത്തോളം ഞാനൊന്നും പറയുന്നില്ല, വെറുതെ കുറ്റമായിട്ട് പറയുകയല്ല. പണ്ട് വിട്ടതെല്ലാം നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് എടുക്കുക. ബാങ്കുകളെ, ചിട്ടികളെ, കമ്പനികൾ തീങ്ക് ചെയ്യും കളി ക്ഷോടതി. തീങ്ക് ചെയ്യുക എന്ന് സാർ ഉദ്ദേശിച്ചത് നശിപ്പിക്കുക. തീങ്ക് ചെയ്യുക, നശിപ്പിക്കുക. തീങ്ക് ചെയ്യും കളി ക്ഷോടതി. ക്ഷോടതി എന്ന് പറഞ്ഞാൽ ക്ഷോടതി കോടതിയല്ല. കോടതി നമുക്കറിയാം, കാരണം കേസും വഴക്കും എപ്പോഴും ഉള്ളതുകൊണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ പേര് എത്ര കേസാ നമുക്കറിയാം. കോടതിയല്ല, ക്ഷോടതി. തീങ്ക് ചെയ്യും കളി ക്ഷോടതി. ക്ഷോടതി എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുറി, ലോട്ടറി, അതാ ക്ഷോടതി. അപ്പോൾ തീങ്ക് ചെയ്യും കളി ക്ഷോടതി. നാടൻ ഭാഷ പറഞ്ഞാൽ പണ്ട് പെന്തിക്കോസുകാർ മിക്കവരും എന്നല്ല, പണ്ടൊന്നും ലോട്ടറി എടുക്കുകയല്ല. ഇപ്പം എടുക്കുന്ന ചിലരൊക്കെ ഉണ്ട്. പൂട്ടാൻ ടാറ്റ എടുത്ത് വെച്ച് ബൈബിൾ വെച്ച് അടിക്കണേ എന്ന് പറഞ്ഞിരിക്കുക. ആരടിക്കാന്? കാരണം എവിടുന്നാ ഒരു നന്മയുടെ വഴി തുറക്കുന്നെന്ന് അറിയത്തില്ല. നമ്മൾ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അടിക്കണേ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ പിതാക്കന്മാർ ഇച്ചിച്ചിയാണെന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേട്ടിട്ടുണ്ട്. നിജസ്ഥിതി എത്രയാണെന്ന് അറിയത്തില്ല. പണ്ട് മരുന്നെടുക്കുന്നവർക്ക് കർത്തനമേശ കൊടുക്കുകയില്ലായിരുന്നെന്നൊക്കെയാ കേട്ടേക്കുന്നത്. അങ്ങനെ ഇല്ലയോ അച്ഛാ? ഇവർ കൊടുക്കുകയില്ല, അവരോട്ട് എടുക്കുകയില്ല. ഇപ്പം സഭയ്ക്ക് ആശുപത്രി വേണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെ സെൻറ്ററിൻ്റെ ഒരു നല്ല ഹോസ്പിറ്റൽ തരണം, അനേക രോഗികളെ ഇവിടെ കൊണ്ടുവരണം, ഒറ്റ ബെഡ് പോലും കാലിയായി കിടക്കാൻ അനുവദിക്കരുത്, വരുന്ന രോഗികൾ കുറഞ്ഞത് 6 മാസമെങ്കിലും കിടക്കാൻ ദൈവം കൃപ. കാശ് വേണ്ടേ? സ്തോത്രം. പണ്ട് വേണ്ടാന്ന് വെച്ചതൊക്കെ നമ്മളിപ്പോൾ എടുക്കുക. കേട്ടിട്ടുണ്ട് പൂവത്തൂർ ഉണർവ്, കുമ്പനാടിനടുത്ത് പൂവത്തൂർ ഉണർവ്. അപ്പം അന്ന് ഉണർവുണ്ടായ പിതാക്കന്മാർ ഉണർവ് യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അടയ്ക്കാമരം വെട്ടിയെന്നാണ് കേൾക്കുന്നത്. കമുക് അടയ്ക്കാമരം വെട്ടി. ആ അപ്പന്മാരുടെ 2ഉം 3ഉം തലമുറ മലബാറിൽ ചെന്ന് അടയ്ക്ക വെക്കാൻ തുടങ്ങി. ഇവിടെ വെട്ടിയ പുള്ളിക്കാരവിടെ ചെന്ന് വെക്കാൻ തുടങ്ങി. കുറ്റമായിട്ട് പറഞ്ഞതല്ല, നമ്മളെല്ലാം ഒത്തിരി അകന്ന് പോയിട്ടുണ്ട് ദൈവത്തിൽ നിന്നും വചനത്തിൽ നിന്നുമല്ല. ആ പഴയ പ്രതിഷ്ഠ എന്നൊക്കെ ഒത്തിരി അകന്നു. പണ്ട് നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു വിഭാഗക്കാർ പണ്ട് കർത്താവ് പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് ഓർത്ത് പിന്നെ സഭയ്ക്ക് സ്ഥലവും വത്തും ഒന്നും മേടിക്കുകയില്ലായിരുന്നു. ഇപ്പം അവർക്കുള്ളതുപോലെ സ്ഥലവും വത്തും തമാശ പറഞ്ഞല്ല, കാകളം അങ്ങോട്ടൊന്നും എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് പറക്കുകയില്ലയോ. അപ്പോൾ ഇവിടെ ഒന്നും വേണ്ട. അപ്പം പണ്ട് കുറ്റം പറഞ്ഞതല്ല, പരമാർത്ഥമായി പറയാനേ. പണ്ട് വസ്തുവും സ്ഥലവും ഒന്നും മേടിക്കുകയല്ല, എല്ലാം വാടകയ്ക്കാണ്.
കാരണം യേശു വരും പെട്ടെന്ന് ഇവിടുന്ന് പോണം. അപ്പം അതിന് കാശ് ഇപ്പം മേടിച്ച് അങ്ങ് കൂട്ടുക. അപ്പം കുറ്റമായിട്ടല്ല, ഞാൻ എല്ലാവരുടെയും കാര്യമായി പറയുന്നത്. ഒത്തിരി പേര്, ഞാനും നിങ്ങളുമെല്ലാം ഒത്തിരി അകന്ന് മാറിപ്പോയിരിക്കുക. ഇന്ന് രാത്രി അകന്നു പോയവരെല്ലാം ദൈവത്തോട് അടുത്ത് വരണം. ആട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വന്ന ഭാഗം മുൻപോട്ട് പോകാം. പൗലോസ് പറയാം, നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകളെല്ലാം പ്രമാണിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഇപ്പം ഭയപ്പെടുക. ഒത്തിരി ആചാരങ്ങൾ നമ്മുടെ ഇടയിൽ കടവന്നിരിക്കുക. മെമ്മോറിയൽ, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി, നവമി, ഇതിനൊക്കെ ഒത്തിരി ആചാരങ്ങൾ വന്നിരിക്കുക. വേദപുസ്തകം ഇതിനെ അനുകൂലിക്കുന്നില്ല. സ്തോത്രം. കാരണം നമുക്ക് ലഭിക്കുന്ന എല്ലാ ദിവസവും നല്ല ദിവസമാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇത് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. ഒരു ദിവസത്തിനും പ്രാധാന്യമില്ല, എല്ലാ ദിവസവും നമുക്ക് ദൈവം തരുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പം ഇങ്ങനെയുള്ള ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, കീഴ്വഴക്കങ്ങളെ, മാമൂലുകളിലേക്കൊന്നും പോകരുത്. ഇന്ന് രാത്രി മടങ്ങി വരണം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ഗലാത്യ ലേഖനം ഉപദേശ പിശകിനെതിരെ എഴുതിയ ലേഖനമാണ്. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൻ്റെ പ്രത്യേകത, ജീവിത പിശക് കണ്ട് അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. കാരണം കൊരിന്തിലെ വിശ്വാസികളുടെ വിശേഷത, ഇവരെല്ലാം വചനത്തിലും പരിജ്ഞാനത്തിലുമൊക്കെ നല്ല തികവുള്ളവരാ. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു കൊരിന്തിലെ വിശ്വാസികൾ. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ച ദൈവദാസനെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:4. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ, അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അടുത്തത്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി. മോനെ, എനിക്ക് ഈ വെട്ടമടിച്ചിട്ട് എനിക്കൊരു സുഖം വരുന്നില്ല. അങ്ങോട്ട് വല്ലതും വെക്കാൻ വെച്ചാൽ കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് കുഴപ്പം വരുമോ? എന്നാ അങ്ങോട്ട് തരും. അല്ല മോനെ, അത് അങ്ങോട്ടങ്ങ് തിരിച്ചു. ഇതാന്ന് ഏറ്റവും നല്ലതായിരുന്നു. അപ്പം ആർക്കും കുഴപ്പമില്ല. എന്നാലും എന്നെ കിട്ടുകയില്ലായിരിക്കും ഇതിനകത്തല്ലയോ? അവനൊന്നും മിണ്ടുന്നില്ല. എന്തേലും ഒന്ന് പറ. അതുപോലെ അങ്ങോട്ടും വേണ്ട, നന്ന മോനെ ആർക്കും വേണ്ട. എന്നാ അത് കിട്ടത്തില്ലായിരിക്കും അല്ലയോ? കിട്ടുന്നുണ്ടോ മോനെ? യുദ്ധങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഒന്നും മതി. എനിക്ക് കണ്ണ് അടിച്ചു തെളിയുന്നുണ്ടോ മോനെ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, കൊരിന്ത്യയിലെ വിശ്വാസികൾ ഈ വചനത്തിൽ തിട്ടമുള്ളവരാ, പരിജ്ഞാനമുള്ളവരാ, ഒരു കൃപാവരത്തിലും കുറവില്ല. അത് പുറമേയുള്ള വിലയിരുത്തലുകളും അഭിപ്രായങ്ങളാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. എന്നാൽ 2-ാം അധ്യായത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങൾ ആരായും. 2:9-10 വായിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അടുത്തത്, നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായും. കണ്ടോ, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴം ആരായും. നമ്മൾ പുറമേ നോക്കി വിലയിരുത്തി മാർക്കിടുമ്പോൾ ആത്മാവ് ആഴം അറിയുന്നതാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിലും കുറവില്ല, നമ്പർ 1 സഭ. പക്ഷേ ഈ സഭയുടെ 2-ാം അധ്യായത്തിൽ ആഴം മനസ്സിലാക്കി പരിശുദ്ധാത്മാവ്. ആഴം പറഞ്ഞ ആത്മാവ് 3-ാം അധ്യായത്തിന്റെ 1-ൽ എന്താ പറഞ്ഞ? 3:1 വായിച്ചേ. എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരെന്നത് പോലെ അല്ല, ജഡീകരോടെന്നത് പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞു. 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിലും കുറവില്ല, നമ്പർ 1 വിശ്വാസികളാണ്. പക്ഷെ ഇവരുടെ ആഴം ആത്മാവ് പറഞ്ഞിട്ട് 3 പറഞ്ഞു. നിങ്ങൾക്ക് പ്രവചനമുണ്ട്, അന്യഭാഷയുണ്ട്, വചനമുണ്ട്, ആരാധനയുണ്ട്, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കാലമായി ഇപ്പം വന്നേക്കുന്നത്. ആത്മീകർ സംസാരിക്കുന്നൊന്നുമല്ല പലരും. ഞാൻ കേട്ടില്ല, കേട്ട ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ചോ, നിങ്ങളും കേട്ടില്ലെന്ന് തോന്നുന്നു. സ്തോത്രം നമുക്ക് പിന്നെ പറയാം, കേട്ടോ ഇല്ലെന്ന് പറയാം.
ഞാൻ കേട്ടില്ല. നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ യോടാ ഞാൻ ഒപ്പിച്ചാന്നോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ചിലപ്പം ആക്ഷേപങ്ങൾ, അപമാനങ്ങൾ ഒക്കെ പറയും. ഒരു മറുപടിക്കും പോകരുത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായി പറയാൻ. കയർക്കാനും പോകണ്ട, എതിർക്കാനും പോകണ്ട, അവരുമായിട്ട് വാഗ്വാദത്തിനും തർക്കത്തിനൊന്നും പോകരുത്. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അനുഭവത്തിൽ നിന്നായി പറയാനത്. നമ്മൾ നീതീകരിക്കാനൊന്നും പോകണ്ട, ന്യായം പറയാനും. കാരണം നീതി കിട്ടാത്തൊരു ലോകമാണ് ഇപ്പം. നാടൻ ഭാഷയെ പറയുന്ന അങ്ങ് പച്ചയ്ക്ക് പറയാം. അമ്മയെ തല്ലിയേച്ച് വന്നാലും ഒരു ഗ്രൂപ്പുകാർ അതിന് അനുകൂലമാണ്. നീ എന്തുവാടാ കഴിഞ്ഞ ആഴ്ച തല്ലാഞ്ഞ്, അവർക്ക് നേരത്തെ ഒരാഴ്ചയ്ക്ക് മുമ്പേ അടി കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറയാൻ ആളുണ്ട്. അങ്ങനത്തെ ഒരു ലോകവും കാലവുമാണ്. അതുകൊണ്ട് ഞാൻ ദൈവകുഞ്ഞുങ്ങളോടും ദൈവദാസന്മാരോടും പറയും, ചിലപ്പം ഒറ്റപ്പെടുത്തുമായിരിക്കും, പഴിക്കും, നിന്ദിക്കും, ആക്ഷേപിക്കും, അപമാനം പറയും, അപവാദം പറയും. മറുപടിക്ക് പോകരുത്. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. നീതിയോടെ വിധിക്കുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ട്. സ്തോത്രം. നമുക്ക് വേണ്ടി നീതിയോടെ വ്യവഹരിക്കുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതനുണ്ട്. യോബ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോഴോ എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ദൈവസന്നിധി താഴ്ന്നിരുന്ന് പ്രാർത്ഥിക്കണം. തക്ക സമയത്ത് ദൈവം അതെല്ലാം നന്നായി ചെയ്തോളൂ. സ്തോത്രം. ഈ നിങ്ങൾ വചനത്തിൽ തിട്ടമുള്ളവരാ. ദാവീദിൻ്റെ കയ്യിൽ 2 പ്രാവശ്യം ശൗലിനെ ഏൽപ്പിച്ചു. 26-ലും 24-ലും. 26-ൽ അബ്നേരും ശൗലും കിടന്നുറങ്ങുക. ദാവീദും അബീശായും കൂടെ മലഞ്ചെരുവിൽ കൂടെ പോയപ്പോൾ അബീശായി പറഞ്ഞു, അച്ഛാ നല്ല ഗാഠനിദ്ര തട്ടിയെ കേട്ടെന്ന് ചോദിച്ചു. നമ്മളായിരുന്നെ പറയും, സ്തോത്രം ഒന്ന് കൊടുത്തോ, ഞാൻ വിലങ്ങറ മുക്കിന് കാണുമെന്ന് പറയും. ദാവീദ് പറഞ്ഞു, തൊട്ടു പോകരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാണ് പറഞ്ഞു. തുടരുത്, അഭിഷിക്തനാണ് പറഞ്ഞു. പിന്നെ കുന്തോൻ ജലപാത്രം എടുത്തുകൊണ്ട് വന്നു കൂകി. അപ്പം അബ്നേർ എഴുന്നേറ്റ് ഓടി ചെന്ന് കാര്യവെക്കാൻ പറഞ്ഞ് രമ്യതപ്പെട്ടു. ഇതുപോലെ 24-ൽ ദാവീദോ അവൻ്റെ ആൾക്കാരോട് ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ശൗൽ കാൽമടക്കത്തിന് ആ ഗുഹയിലോട്ട് കയറി വരിക. കയറി ഇങ്ങോട്ട് വരുമ്പം ദാവീദിൻ്റെ കൂടെയുള്ള പെങ്ങന്മാരുടെ പിള്ളേരുണ്ട്, അബീശായി, യോവാബൊക്കെ. അവർ പറഞ്ഞാൽ, ദാവീദേ, നിന്റെ വൈരിയും ശത്രുവും നിന്നെ ചതിച്ചു വഞ്ചിച്ചു കുന്തം കൊണ്ട് ചേർത്ത് കുത്തി തകർത്ത് പദ്ധതി ഇട്ട് കളയുവാൻ ഭാവിച്ച നിന്റെ വൈരിയാകുന്ന ശൗലിനെ ദൈവം കൊണ്ടുവരിക, കയറി വെട്ടാൻ പറഞ്ഞു. ദൂത് പറയും പോലെ പറഞ്ഞു. നമ്മളതേ പറയും, കറക്റ്റ് ദൂതാ. ഇതുപോലെ ആരും എന്നോട് ഒരു കുടച്ചിലുമുണ്ട്. ദൂത് പറയാൻ പോലെ പറഞ്ഞു, നിന്റെ വൈരിയെ ദൈവം കൊണ്ടുവരിക, കയറി വെട്ടാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു, തൊട്ടു പോകരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാണ് പറഞ്ഞു. തുടരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാ. പിന്നെ ദാവീദ് ഈ ശൗലിൻ്റെ, ഞാൻ എപ്പോഴും പറയും, വസ്ത്രാഗ്രം അല്പം മുറിച്ചെടുത്തു. അത് വൈരാഗ്യത്തിന് മുറിച്ചതല്ല, തെളിവിന് മുറിച്ചതാണ്. കാരണം നാളെ ഒരു അവസരത്തിൽ ഇവനെ കയ്യിൽ കിട്ടുമ്പോൾ, എടാ പണ്ട് നിന്നെ എൻ്റെ കയ്യിൽ പരുവത്തിന് കിട്ടിയതാ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെന്ന് ചെയ്യാത്താന്ന് പറഞ്ഞാൽ ഇവൻ ഏക്കത്തില്ല. ഏക്കാതെ വരുമ്പോൾ തെളിവ് കാണിക്കണം. അന്ന് മുറിച്ചെടുത്ത തുണിയുടെ അറ്റ വന്ന് കാണിക്കാൻ വസ്ത്രത്തിൻ്റെ അഗ്രം നമ്മളന്ന് സെൻറ്റർ നോക്കി മുറിച്ചതിന്. നമ്മുടെ കൈ പരുവത്തിന് കിട്ടിയതാ, ഒരു 2 മീറ്ററോളം മുറിച്ച് എടുക്കും. പിറ്റേന്ന് ശൗല് എടുത്ത് തോളലിടുമ്പോൾ ഇത്രയും മട്ടത്തിലുണ്ട്. നമ്മൾ പറയും, എന്നോട് കളിച്ചാൽ ദാവീദ് വസ്ത്രത്തിൻ്റെ അഗ്രം വെച്ചിട്ട് എടുത്തു. എന്നിട്ട് തന്നെ അടുത്ത വാക്കുണ്ട്, ദാവീദിൻ്റെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. എന്ത് നല്ല മനസ്സാക്ഷിയാണ്. ഞാനെപ്പോഴും പറയാം, നമ്മൾ ശീമാട്ടി മൂട്ടിച്ചാൽ പോലും കുത്തലില്ല. ലക്ഷക്കണക്കിന് ബണ്ടിൽ കണക്കിന് തുണി മൂട്ടിച്ചാലും ഞാനൊരു കാര്യം പറയാം, പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ലൊരു ഹൃദയം വേണം. ദൈവം അതാ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് നല്ലൊരു ഹൃദയം. പേരൊന്നും വേണ്ട, പ്രശസ്തിയൊന്നും വേണ്ട, അങ്ങാടി വന്നനവും പള്ളി മുഖ്യാസനവും ഒന്നും ഇല്ല, ഒന്നും വേണ്ട. ഇവിടെ ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. ഇവിടെ പേരും പ്രശസ്തി സ്ഥാനവും മാനവും ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ലൊരു ഹൃദയം വേണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന. നമുക്ക് നല്ലൊരു ഹൃദയം. മറുപടിക്കൊന്നും പോകരുത്, ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ഇതെല്ലാം നീതിയോടെ വെളിപ്പെടുന്നൊരു സൂചനമുണ്ട്. ആട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇതൊക്കെയാണെങ്കിലും സഹോദരന്മാരെ, നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ. വായിച്ചേ 3:1. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോടെന്നത് പോലെ ക്രിസ്തുയേശുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചേ,
ഈ 1-ാം അധ്യായത്തിൽ ഈ വചനമുണ്ട്, പ്രവചനമുണ്ട്, പരിജ്ഞാനമുണ്ട്, കൃപാവരം. ഒരു കൃപാവരത്തിലും കുറവില്ല. അവരുടെ ആഴമല്ല ആത്മാവ് 2-ാം അധ്യായത്തിൽ കണ്ടുപിടിച്ച് വെച്ച് 3-ാം അധ്യായത്തിൽ പറഞ്ഞു പ്രവചനവും വചനവും ആരാധനയൊക്കെ ഉണ്ടെങ്കിലും അന്യഭാഷ ഉണ്ടെങ്കിലും നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റുന്നില്ലെന്ന് പറയാൻ കാരണം നമ്മൾ ചിലരെ പറ്റി പറയത്തില്ലേ, അച്ചായം പാടുകയും പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും മുന്നിൽ വന്ന ആ പ്രബോധനമൊക്കെ നടത്തുന്ന പുള്ളിയും വിടുമിടക്കാൻ നല്ല പ്രബോധനം, നല്ല തോട്ട്സ് ഒക്കെ പറയും. പക്ഷേ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ അത് തന്നെ ഇവിടെയും പറഞ്ഞു. അമ്മാമ്മ ആത്മാവിലാകും, കടുക് പറക്കും പോലെ മറുഭാഷ പറയും, മീപ്പോട്ടും കീപ്പോട്ടും ചാടും, വന്ന ഒരരങ്ങ. പക്ഷേ പുള്ളിക്കാരോട് സംസാരിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. അത് തന്നെ ഇവിടെയും പറഞ്ഞു. നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്ന പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? 3-ാം അധ്യായത്തിന്റെ 3, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ മതി നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിപ്പുണ്ട്. ഞാൻ ആ ഭാഗമെല്ലാം വിവരിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ പുറമേ നോക്കി വിലയിരുത്തും, പരിശുദ്ധാത്മാവ് നമ്മുടെ ആഴമറിയുന്നതാണ്. ആ കർത്താവുമായിട്ടാണ് നമുക്ക് കൂട്ടായ്മയുള്ളത്, കാര്യം തീർക്കുന്നത് കർത്താവ്. അതുകൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ ഒത്തിരി പിശക് 5-ാം അധ്യായം ഞാൻ എടുക്കുന്നില്ല. ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങളാണ് ഇവരുടെ ഇടയിൽ നടന്നു വന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് പൗലോസ് അടങ്ങിയിരുന്നില്ല. കർക്കശമായി ജീവിത പിശകിനെതിരെ ഇവരെ തർജ്ജനം ചെയ്തു. അപ്പോൾ ഗലാത്യ ലേഖനം ഉപദേശ പിശകിനെതിരെ, കൊരിന്ത്യ ലേഖനം ജീവിത പിശകിനെതിരെ. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം അവൻ വിശ്വാസത്തിൽ പിശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തെ പറ്റി പഠിക്കുമ്പോൾ ഇത് പൗലോസ് എഴുതിയതല്ലെന്ന് വാദിക്കുന്ന ശഠിക്കുന്ന ചിലരുണ്ട്. ബർന്നബാസ് ആണെന്നും അപ്പൊല്ലോസ് ആണെന്നും അല്ലെങ്കിൽ അക്കിലാവും പ്രിസ്കില്ലയും കൂടെ ചേർന്ന് എഴുതിയെന്നും വേറെ ചില പ്രിയപ്പെട്ടവർ എഴുതിയെന്നൊക്കെ വാദിക്കുന്ന ശഠിക്കുന്ന സ്ഥാപിക്കാൻ തുനിയുന്ന പലരുണ്ട്. എന്നാൽ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന, പരിശോധിക്കുന്ന, വായിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന ഒരു വേദ പഠിതാവിന് മനസ്സിലാകും ഇത് പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. കാരണം ഇതിലെ അധ്യായങ്ങളെ, അധ്യായത്തിൻ്റെ കിടപ്പ്, പദങ്ങള്, പദാനുപദങ്ങള്, അധ്യായത്തിൻ്റെ ക്രമങ്ങള്, അതുപോലെ തന്നെ പഴയ നിയമത്തിലെ പ്രവചന സൂക്തങ്ങൾ, ന്യായപ്രമാണത്തിലെ വാക്യങ്ങളൊക്കെ എടുത്ത് ചേർത്ത് കോർത്ത് ഇണക്കി വളരെ ക്രമീകൃതമായി പുസ്തകത്തിൽ ചെലുത്തി ചാർത്തിയിരിക്കുന്നത് കൊണ്ട് ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് ഇത് എഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ മാതപിടത്തിലിരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ വശങ്ങളും അരച്ച് കലക്കി പഠിച്ച് കുടിച്ച് തിട്ടം പ്രാപിച്ച ധന്യനായ പൗലോസ് തന്നെയാണ് എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. എബ്രായ ലേഖനം എഴുതാന്നുള്ളതിന്റെ ഒരു കാരണം വിശ്വാസത്തിൽ പിശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ വിശ്വാസികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് നസറായ മതത്തിൻ്റെ പുറകെ വന്നവരാ. ഈ മാർഗമെന്നൊക്കെയാ പറയേണ്ടത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ മാർഗമെന്ന് പറയാറില്ല. ഇപ്പം ഇത് മതമായി തീർന്നിരിക്കുക. പണ്ടൊക്കെ മാർഗമെന്ന് പറയാം, ഇപ്പം ഇത് മാർഗമല്ല, മതമായിരിക്കുക. കാരണം അവിടെ ഉള്ളതല്ല ഇപ്പം ഇവിടെ ആയി വരുന്നൊരു കാലമാണ്. പക്ഷെ ഇതിനകത്ത് ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ യഹൂദമതം വിട്ട് ഇവര് യേശുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ഈ മതത്തിലേക്ക് വരുവാനിടയായി. ഒരു യഹൂദ മതം വിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ജാതികളിൽ ശ്രേഷ്ഠനായ യഹൂദൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാ. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവത്തിന് പ്രത്യേക സമ്പത്ത്. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് ഈ ജനത, ഈ ജാതി, ഈ വംശം ഉടലെടുത്തിരിക്കുന്നത്. എബ്രായർക്ക് വിശേഷതകളുണ്ട്. ഒരു നല്ല യഹൂദനെ കണ്ടാലറിയാം. യഹൂദൻ ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും ഏത് ഇടയിൽ ചെന്ന് കയറിയാലും അവനെ കണ്ടാലറിയാം. സ്വഭാവം കൊണ്ടും വസ്ത്രധാരണം കൊണ്ടും സംസാരം കൊണ്ടും ശരീരപ്രകൃതി കൊണ്ടും അവൻ്റെ എല്ലാ ഇടപാടുകളുണ്ട് യഹൂദനെ കണ്ടാലറിയാം. അതുകൊണ്ടല്ലയോ ശമരിയ പട്ടണത്തിൽ യേശു കർത്താവ് വന്നപ്പോൾ ആ സ്ത്രീയോട് വെള്ളം ചോദിച്ചു. കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവളുടനെ വെള്ളം തരാമെന്നോ ഇല്ലയോ എന്നല്ല പറഞ്ഞത്. യഹൂദനായ നീ ശമരിയാക്കാരിയായ എന്നോട് കുടിപ്പാൻ വെള്ളം ചോദിച്ചു. അവനെ കണ്ടപ്പോഴേ പിടികിട്ടിയവൻ യഹൂദനാണെന്ന്. അപ്പോൾ നല്ലൊരു യഹൂദനെ കണ്ടാലറിയാം. ഈ യഹൂദന് ഒത്തിരി വിശേഷതയുണ്ട്. എന്താ യഹൂദന്റെ വിശേഷത? ഒരു വാക്യം വായിച്ചേ. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. യഹൂദന്റെ വിശേഷത റോമാലേഖനം 9:3-4.
ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ സഹോദരന്മാർക്ക് വേണ്ടി എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അടുത്ത വാക്യം, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രമുള്ളത്. പിന്നെ പിതാക്കന്മാരും അവർക്ക് മാത്രമുള്ളത്. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പൊ ഇതൊക്കെ യഹൂദന്റെ വിശേഷതയാ. പുത്രത്വം, ന്യായപ്രമാണം, വാഗ്ദത്തം, ആരാധന, ഇതെല്ലാം യഹൂദന് മാത്രം. പിതാക്കന്മാരും അവർക്കുള്ളത്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. ഇങ്ങനെയൊക്കെ വിശേഷതകൾ, ക്വാളിറ്റിയുള്ള ജനനദികളാണ് എബ്രായ ജനം, യഹൂദ ജനം. അപ്പോൾ ജാതിയിൽ ശ്രേഷ്ഠര്, ഉപദേശങ്ങളും പ്രമാണങ്ങളും ന്യായപ്രമാണമെല്ലാം അവർക്ക് മാത്രം. പിതാക്കന്മാരും അവർക്ക്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. തന്നെയല്ല, ഒരു നല്ല യഹൂദൻ യെരുശലേമിനെ ചുറ്റിപ്പറ്റി നിൽക്കും. കാരണം അവൻ്റെ അഭയകേന്ദ്രം, ആശ്രയ സ്ഥാനം, ആശ്രയ കേന്ദ്രം യെരുശലേമാണ്. കാരണം യെരുശലേമിലാണ് വലിയ പള്ളി ഇരിക്കുന്നത്. പൂർവ്വപിതാവാകുന്ന അബ്രഹാം പണ്ട് ഇസഹാക്കിനെ യാഗം കഴിച്ചത് ആ സ്ഥലത്താണ്. അവിടെയാണ് ദാവീദ് കൊണ്ടുവന്ന് അത് സ്ഥാപിച്ച ഒർണാൻ്റെ കളം. ആ സ്ഥലം തന്നെയാണ് ചരിത്രം പറയുന്നത്. പിന്നത്തേതിൽ ശലോമോൻ ദൈവാലയം പണിതത്. ആ ദൈവാലയം ഇടിഞ്ഞു പോയെങ്കിലും പിന്നത്തേതിൽ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന ആലയം പണിതതും അവിടെ തന്നെ കൊണ്ടുവന്ന ആലയം പണിതു. ഹെരോദാവിൻ്റെ കാലം വന്നപ്പോൾ ആലയം ഒന്നുകൂടെ പുതുക്കി പണിതു. ഇപ്പോൾ അത് പിന്നെ നശിച്ച് ഇപ്പോൾ അവിടെ ആലയമില്ല. ഇനി ഭാവിയിൽ യഹൂദന്മാർ ആ സ്ഥാനത്ത് തന്നെ ആലയം പണിയാവുന്ന പ്രവചനവും മാറ്റമൊക്കെ തെളിവ് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യെരുശലേം യഹൂദൻ അഭയസ്ഥാനമാണ്. ഒരു നല്ല യഹൂദൻ യെരുശലേം വിട്ടങ്ങനെ പോകാറില്ലെന്ന. യെരുശലേമിനെ ചുറ്റിപ്പറ്റി നിൽക്കും. ഈ യെരുശലേം വിട്ടുപോയാൽ അവർക്കത് വലിയ മനോദുഃഖമുളവാക്കുന്നതാണ്. തന്നെയല്ല, ഇനി അഥവാ എവിടെയും പോയാലും യെരുശലേമിനെ നോക്കി അവർ പ്രാർത്ഥിക്കുന്നത്, യെരുശലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ നിന്നെ മറന്നു പോകട്ടെ. യെരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. അപ്പൊ യെരുശലേമിനെ മറക്കത്തില്ല. അതുകൊണ്ടാണ് ബാബേൽ സംസ്ഥാനത്തിരുന്നത് ആരെങ്കിലും ആ പ്രാർത്ഥിക്കുന്ന ടൈം വരുമ്പോൾ ആ കിളിവാതിൽ യെരുശലേമിന്റെ നേരെ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നല്ല യഹൂദൻ യെരുശലേമിനെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇത് യെരുശലേമിന് മതിലുകളുണ്ട്, ആ വാതിലുകളുണ്ട്. നമുക്കറിയാം യെരുശലേമിന്റെ വാതിലുകൾ ഒന്നും വിസ്തരിക്കുന്നില്ല. ആട്ടിൻ വാതില്, കുപ്പവാതില്, മീൻവാതില്, കുതിരവാതില്, ഹമ്മിദ് കാത് വാതില്, നീർവാതില്, താഴ്വര വാതില്, പടയ വാതില്, എബ്രഹിം വാതില്, കോൺ വാതില്, കിഴക്കേ വാതിൽ, ഇങ്ങനെ വാതിലുകളെല്ലാം തൊടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പട്ടണം വളരെ മനോഹരമായ പട്ടണമാണ്. തമ്മിൽ ഇണങ്ങിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേം. ഇങ്ങനെ യെരുശലേമിനെ ചുറ്റിപ്പറ്റി അവർ നിൽക്കും. യെരുശലേം അവൻ്റെ ആശ്രയ കേന്ദ്രമാണ്. ജാതികൾ ശ്രേഷ്ഠന. ന്യായപ്രമാണങ്ങളും വാഗ്ദത്തങ്ങൾ ഇവർക്ക് മാത്രം. തന്നെയല്ല, വലിയ പള്ളി യെരുശലേമില്ല. 3 പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതെല്ലാം യഹൂദന് വളരെ പ്രിയപ്പെട്ടതാ. തന്നെയല്ല, കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ വെല്ലുവിളിക്കകത്തുണ്ട്. കോടി തങ്കം കൊണ്ട് പൊതിഞ്ഞതും സ്വർണ്ണത്താൽ നിർമ്മിതമായതും തങ്കനിർമ്മിതമായതും സ്വർണ്ണത്താൽ പുതിയപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതുമായ ഉപകരണങ്ങൾ, കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ ദൈവാലയത്തിലുണ്ട്. തന്നെയുമല്ല, കൂറിന്റെ ക്രമപ്രകാരം നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഗത വൃന്ദങ്ങൾ, അബിയ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഗത വൃന്ദങ്ങൾ. തന്നെയല്ല, ഇവരെ എല്ലാം നിയന്ത്രിക്കുവാൻ മഹാപുരോഗതൻ സ്ഥാനചിഹ്ന വേഷ വിഭൂഷിതനായിട്ട് മഹാപുരോഗതൻ നീളക്കുപ്പായ, നെലിയെങ്കിൽ നടുക്കെട്ട്, ഏബോധ്, മാർപ്പതൊക്കെ, തലമുടിയല്ലേ തലയെക്കെട്ട്, ഇതൊക്കെ വെച്ച് നല്ല പരിവത്തിന് മഹാപുരോഗതൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി വിശേഷതകളുള്ള ജാതി ജനതയാണ് എബ്രായജനം. അപ്പൊ ഇവര് ഇതെല്ലാം വിട്ടേച്ച് യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. ആരംഭകാലത്ത് കർത്താവിനെ ഉണ്മയോടെ സേവിക്കുവാൻ വിശ്വാസത്തിലിറങ്ങിയ പിതാക്കന്മാരുണ്ട്. അമ്പരചുംബികളായ പള്ളികളും പള്ളിമേടകളും മണിമന്ദിരങ്ങളും സൗധങ്ങളെല്ലാം ആമൻ വിട്ടേച്ച് മരത്തിൻ്റെ കീഴിലും ചെറിയ ചെറ്റക്കുടിലും റോഡ് സൈഡിലും വരാന്തകളിലുമൊക്കെ ഇരുന്ന് അവർ ദൈവത്തെ ആരാധിച്ചു. അതിനൊരു കാരണം എന്നാന്ന് ചോദിച്ചാൽ, അവരോ അധികം നല്ലതിനെ കണ്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, എബ്രായ വിശ്വാസികൾ ഇതെല്ലാം വിട്ടേച്ച് ഇവർ യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. ഓടിച്ചു പറയാ, ഈ പ്രാരംഭ സമയം എടുത്തു ചാടിപ്പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണമായി. ക്ഷീണിക്കാനുള്ളതിൻ്റെ ഒരു കാരണം, വിട്ടുപോന്നത്, ഉപേക്ഷിച്ചത് അബദ്ധമായോ എന്നുള്ള ചിന്ത ഇവരുടെ അകത്ത് കയറി.
ഈ പള്ളിയും പട്ടക്കാരെയും ഈ പ്രൗഢിയും പത്രാസും ഈ ദാടിമോടികളും ഈ അമ്പരചുംബികളായ പള്ളിയും മണിമേടകളും എല്ലാം വിട്ടേച്ച് ഒന്നുമില്ലാത്തവന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചത് അബദ്ധമായോ, നമുക്ക് തട്ടുകേട് പറ്റിയോ, ഇത് അവന് അത് പോഷത്വമായോ ചെയ്തത് എന്നുള്ള ചിന്ത ഇവരുടെ അകത്ത് കയറി. ചിന്തയകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവർ ക്ഷീണിച്ചു. ക്ഷീണിക്കാൻ പല കാര്യമുണ്ടെല്ലാം വിവരിക്കുന്നില്ല. അകത്ത് ക്ഷീണിച്ചു. ക്ഷീണിച്ചതിന് 2 വാക്ക് തെളിവ്. 2 വാക്യം വായിച്ചേ. ക്ഷീണിച്ചെന്നുള്ളതിന് തെളിവ് 12-ാം അധ്യായം 12-ാം വാക്യവും 6-ാം അധ്യായം 12-ാം വാക്യവും. 6:12 ആദ്യം വായിച്ചേ. 6:12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളുമായി തീരും. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. ക്ഷീണിച്ചതിന്റെ തെളിവാ മന്ദത പിടിച്ചു. ഇനി 12:12 വായിച്ചേ. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. അപ്പൊ ശ്രദ്ധിക്കുക, 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ മന്ദതയുള്ളവരായെന്ന നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം എബ്രായ വിശ്വാസികൾക്ക് മന്ദതയായി. ഒന്ന് മന്ദത. 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. അപ്പൊ ഇതെല്ലാം ക്ഷീണിച്ചു തന്നെ തെളിവാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എബ്രായ വിശ്വാസികൾ ഇറങ്ങിയ കാലത്ത് തീക്ഷണതയോടെ വന്നെങ്കിലും കാലക്രമേണ ഇവർ ക്ഷീണിച്ചു. ഒന്ന് മന്ദതയായി, 2 തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാൽ. ഇനി മറുവശമുണ്ട്. ആരംഭകാലത്ത് ഇവരെല്ലാം തീഷ്ണതയോടെ നിന്നവരാ. ഈ മന്ദത പിടിച്ച് മയങ്ങി മത്തുമൊക്കെ പിടിച്ചിരിക്കുന്ന ഈ കക്ഷികൾ ആരംഭകാലത്ത് ഇറങ്ങിയ കാലത്ത് ഭയങ്കര തീഷ്ണതയായിരുന്നു. അതാ 5-ാം അധ്യായത്തിൻ്റെ 12-14 വായിക്കുമ്പോൾ കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ഉപദേഷ്ടാക്കന്മാർ. അപ്പൊ കാലക്കണക്ക് വെച്ച് നോക്കിയാൽ പഴയ വിശ്വാസികളാ, ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാ. ആരംഭകാലത്ത് തീക്ഷണതയോടെ നിന്നു. അതിനൊരു തെളിവ് വായിച്ചേ. 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യം. ആരംഭത്തിൽ തീക്ഷണതയുള്ളവരായിരുന്നു. 10:32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളണം. അപ്പൊ പൂർവകാലം കഷ്ടങ്ങളാൽ പോരാട്ടം കഴിച്ചവരും നിന്ദകളും പീഡകളും കൂത്തുകാഴ്ചയായി ഭവിച്ചവരായിരുന്നു ഇവര്. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ കാലത്ത് കഷ്ടമൊക്കെ ഇപ്പൊ ഈ പുതിയ ഉപദേശക്കാർ പറയുന്നത് കഷ്ടമൊന്നും വരരുതെന്ന. കഷ്ടം വരുന്നത് ശാപമാണെന്നാ പറയുന്നത്. ശാപം മുറിക്കാൻ നടക്കുന്നു, ശാപം അഴിക്കാൻ നടക്കുന്നു. എന്തുവാ അങ്ങനെ ഒരു പദമുണ്ട്. ശാപ വിമുക്തി. ശാപമുക്തി എന്നാണോ? ശാപ വിമുക്തി എന്ന് പറഞ്ഞാൽ ശാപം അല്ല, അങ്ങനെയാന്ന് അവര്. നമുക്ക് ശാപമുക്തിയാ, മറ്റവർക്ക് ശാപ അടിക്കാൻ നടക്കുന്നു. പണ്ടാ 2 ബലൂൺ പൊട്ടിച്ചെന്നൊക്കെ കേൾക്കുന്നു. നേരെ നിൽക്കുന്ന പെണ്ണുങ്ങളെല്ലാം തള്ളി താഴോട്ടിടുന്നു. ചിലങ്ങ് വീഴാൻ തന്നെ എന്ന് നിൽക്കുക. അവനിങ്ങോട്ട് വരുന്നതിന് മുന്നേ താണ്ട് അടക്കുന്ന പറഞ്ഞ് അവളെ വീഴുക. അവൻ അടുത്തോട്ട് വന്നേച്ചൊന്ന് വീഴ്. നാളെ എന്നെ ഒരാൾ, എനിക്ക് ഈ ഫേസ്ബുക്ക് അങ്ങനെയുള്ളൊന്നും ഇല്ലേ, അപ്പോൾ ഈ വല്ലവരും കാണിക്കുമ്പോൾ ഒന്ന് കാണുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ചില കൂട്ടുപേരക്കാർ. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ നടന്ന എല്ലാത്തിനും അങ്ങ് തള്ളിയിടുക, ഊടുപാട് തള്ളിയിടുക, പൊത്തോന്നങ്ങ് വീഴുക. അയ്യമ്മ എന്തൊരു കഷ്ടമാണെന്ന് ഓർത്ത്. പിന്നെ പേര് വിളിച്ച് പറയുന്നു, വണ്ടിയുടെ പേര് പറയുന്നു, വണ്ടി നമ്പർ പറയുന്നു, ഒക്കെ പല പല വകുപ്പുകളാണ്. അപ്പം ഈ കഷ്ടത ശാപമാണെന്നാണ് ചെല്ലി പറയുന്നത്. പക്ഷേ വചനത്തിൽ പറയുന്നത് കഷ്ടത ഒരു കൃപാവരമാണ്. കഷ്ടം സഹിപ്പാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്ന സ്തോത്രം. പണ്ട് മൂത്താമാക്കിൽ ഉപദേശിച്ച ഒരു പാട്ട് പാടി, കഷ്ടതകൾ ദൈവമേയൻ അവകാശം തന്നെയല്ലോ, കഷ്ടതകൾ ദൈവമേയൻ അവകാശം തന്നെയല്ലോ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവാരം, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാർത്ഥിത, തങ്ക കഷ്ടതകൾ സഹിപ്പാനും. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, കഷ്ടതകൾ ദൈവമേ എന്നെ അവകാശം തന്നെയാണ്.
വിശ്വസിക്കാൻ മാത്രമല്ല, തങ്കക്കഷ്ടത എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ തങ്കക്കഷ്ടതയുണ്ട്, കഷ്ടതയ്ക്ക് ശ്രേഷ്ഠമേറിയതുണ്ട്. ഇന്ന് രാത്രി കഷ്ടങ്ങളെ കൂടി കടന്നു പോകുന്ന ദൈവകുഞ്ഞുങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. വചനം പഠിപ്പിക്കുന്നത് അതൊരു കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. അനേക കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യം അവകാശമാക്കണം. പണ്ടൊക്കെ ഭക്തന്മാരുടെ കയ്യിൽ കഷ്ടതയൊക്കെ വന്നു കഴിഞ്ഞാൽ എതിർക്കത്തില്ല. അതാ പണ്ട് നമ്മൾ പഴയ ഒരു പാട്ട് പാടുമല്ലോ, കഷ്ടതയുടെ കൈപ്പൂനീരിൻ പാത്രവും അങ്ങയൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാ തിരുകൃപ എന്നിൽ. പണ്ടത്തെ ഭക്തന്മാരങ്ങനെ കഷ്ടതയുടെ കൈപ്പുനീരും പാത്രം കൊടുത്താൽ ചോദ്യം ചെയ്യാതെ വാങ്ങി. ഇപ്പൊ പാട്ട് തിരുത്തിയ, ഇപ്പോഴത്തെ പാട്ട് തിരുത്താ. ഞാനിങ്ങനെ പറഞ്ഞത്, കഷ്ടതയുടെ കൈപ്പൂനീരിൻ പാത്രവും അങ്ങയൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്നാൽ പാനം ചെയ്യാതെ വാങ്ങി ചോദ്യം ചെയ്യൂ. ഇപ്പൊ പാനം ചെയ്യത്തില്ല, നേരെ വാങ്ങി ചോദ്യം ചെയ്യുന്നു. തലതിരിഞ്ഞു പോയി, മൊത്തം തലതിരിവാന്നല്ലോ. പണ്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഈ നമ്മുടെ വണ്ടമേടി യാക്കോച്ചായൻ നേരെ നിന്ന് പ്രസംഗിച്ചിട്ട് ആരും കേൾക്കുന്നില്ല. അപ്പോൾ രണ്ടാം മുണ്ടെടുത്ത് തിരികെ വെച്ചേച്ച് തലയും കുത്തി നിന്നു. തലയും കുത്തി നിന്ന് വാക്യം പറഞ്ഞപ്പോൾ ആളെല്ലാം കൂടെ ഓടിക്കൊണ്ടു. പുള്ളി പറഞ്ഞു ലോകം ഇതുപോലാന്ന് പറഞ്ഞു. നേരെ നിന്നിട്ട് ആരും അംഗീകരിക്കുന്നില്ല, തലയും കുത്തി നിൽക്കുക. അവിടെ നിന്നപ്പോൾ എല്ലാവരും കൂടി എല്ലാം തലതിരിവായി തീർന്നിരിക്കുക. അപ്പൊ കഷ്ടത എന്നുള്ളതൊരു കൃപാവരമാണ്, അത് ശാപമല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അതൊരു വരമാണ്. പിന്നെ നമ്മുടെ ഈ കഷ്ടതയും ദുരിതവും ദുഃഖമൊക്കെ മാറുന്ന ഒരു സുദിനമുണ്ട് നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ. സങ്കീർത്തനക്കാരന്റെ ഭാഷ പറഞ്ഞ അത് വേഗം തീരുകയും. ആ 10-ാം വാക്യം വായിച്ചത് 90:10 പെട്ടെന്ന് വായിച്ചത് 90:10 സങ്കീർത്തനം 90:10 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ ചേർത്തൊന്ന് വായിച്ചു. അപ്പൊ കാര്യം മനസ്സിലാവും. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം. ഏറെയായാൽ 80. പിന്നെ അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും പിന്നെ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോകും. നമ്മുടെ കഷ്ടതയും ദുരിതവും ദുഃഖവും നിരാശയും ഭാരമെല്ലാം വേഗം തീരും. നാം ഇവിടുന്ന് പറന്നു പോകും. ആ 1 പത്രോസ് 1:6 വായിച്ചേ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്ന ഒരു സുദിനമുണ്ട്. നമ്മുടെ ഈ കഷ്ടത പ്രയാസവും ദുഃഖവും ദുരിതമൊക്കെ ഒരു അല്പനേരത്തേക്കുള്ള. ഇത് വേഗം മാറും. നാം ഇവിടുന്ന് പറന്നു പോകുന്ന സ്ഥിരമായ ദൈവസന്നിധിയിൽ ആനന്ദിക്കും. അപ്പോൾ എബ്രായ വിശ്വാസികൾ ആരംഭകാലത്ത് കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചവരാ, വളരെ പട്ടിണിയും പാടും പങ്കപ്പാടും ഒക്കെ സഹിച്ചവരാ. തന്നെയല്ല കർത്തൃവേലയ്ക്ക് ചുമല് കൊടുത്തവരാ. ദൈവദാസന്മാരെ ദൈവവേലയൊക്കെ മാനിച്ചു വരും, ആദരിച്ചു വരും. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചേ. ആരംഭത്തിൽ എങ്ങനെയായിരുന്നു? 6-ന്റെ 9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ഈ വാക്യങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാ? 5-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിന്റെ 32 മുതലും 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങളെല്ലാം കൂടെ മൊത്തത്തിൽ പഠിച്ചാൽ എബ്രായ വിശ്വാസികൾ ആരംഭകാലത്ത് പ്രാരംഭ കാലയളവിൽ കർത്താവിന്റെ വേലയ്ക്ക് മനസ്സ് വെച്ചവരും തീഷ്ണതയോടെ നിന്നവരാ. എന്നാൽ കാലക്രമേണ ഇവര് ക്ഷീണിച്ചു പോയി. കർത്താവിന്റെ ദാസന്മാരെയും ദൈവവേലയൊക്കെ മാനിച്ചു വരാം. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, പഴയ അമ്മമാരൊക്കെ പറഞ്ഞ് ഈ കോഴി മുട്ട ഇട്ടാൽ ആ മുട്ട എടുത്ത് കഴിഞ്ഞു കോഴി മുട്ട എടുത്ത് പാത്ത് വെക്കും. ഉപദേശിമാര് വരുമ്പോൾ അങ്ങനെയൊക്കെ പുളി കൊടുക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. മുട്ട എടുത്ത് പാത്ത് വെക്കും. ഉപദേശിമാര് ട്രാക്ടറൊക്കെ കൊടുത്ത് സുവിശേഷമൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചാ ചെല്ലുന്നത്. ഇന്നത്തെ പോലെ കാലമല്ലല്ലോ. അപ്പൊ ക്ഷീണിച്ച് ചെല്ലുമ്പോൾ പിള്ളേർക്ക് പോലും ചില തള്ളമാര് കൊടുക്കുകയല്ല. അതെടുത്ത് ഉപദേശിയുടെ തലവെട്ടം കാണുമ്പം പുഴുങ്ങി 2 മുട്ടയും കൊണ്ടുവച്ച് അന്നൊക്കെ കട്ടൻ കാപ്പിയാ, പാലും ബൂസ്റ്റും ഒന്നും ഇല്ല. കട്ടൻ കാപ്പി കിഴക്കനാട്ടിലൊക്കെ അന്നേരം ഞങ്ങളുടെ പാസ് ഇരിപ്പോണ്ട് ഹൈറാഞ്ചാ. അപ്പൊ പുള്ളി കുറച്ചുകൂടെ അറിയാം. അവിടെയൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് ഇവരൊക്കെ ഒത്തിരി കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്തവരാ. കാപ്പിപ്പൊടി കാണുകയില്ല, കാപ്പിയുടെ തൊണ്ട, കാപ്പിത്തൊണ്ട് കേട്ടിട്ടില്ലേ?
നമുക്ക് ആർക്കൊന്നും അറിയാൻ മേല. കാപ്പിത്തൊണ്ട് ഇവിടെ ചൂപ്പാട് വന്നേച്ചായിരിക്കുന്നത്. ഇപ്പൊ കാപ്പിത്തൊണ്ട്, കാപ്പിപ്പൊടി മേടിക്കാനുള്ള പരിവമില്ല. കാപ്പിക്കുരു വിൽക്കും. ആ കാപ്പിയുടെ തൊണ്ട് ദൈവദാസന്മാർക്ക് കൊടുക്കും. അത് അതിന്റെ പൊടിയിട്ട് കാപ്പി. പിന്നെ പണ്ട് കാലത്തൊക്കെ ഹൈറേഞ്ചിലൊക്കെ പഞ്ചാര കിട്ടാൻ വിഷമമാണ്, കിട്ടുകയില്ല. അപ്പൊ ചക്കരയാണ് കൊടുക്കുന്നത്. ഒരു കോപ്പ കാപ്പിയും കൊടുത്തേച്ച് ഒരു ചക്കരയുടെ കഷണം കൊടുക്കും. ഒരു കടിയും ഒരു കുടിയല്ല, ഒരു കടിക്ക് 3 കുടി കുടിക്കണം. ഒരേ കടിക്കും കുടിച്ചാൽ തികയത്തില്ല. ഒരു കടിക്ക് 3 കുടി. ചില ചക്കരയല്ലോ കയ്യിലോട്ട് കൊടുക്കുന്നത്. ഒരു കടി 3 കുടി, പിന്നെ ഒരു കടി 3 കുടി. അങ്ങനൊക്കെ അന്നത്തെ കാലം. അപ്പൊ ഈ മുട്ട പുഴുങ്ങി ഉപദേശിമാർക്ക് കൊടുക്കും. പക്ഷെ അവരുടെ കുടുംബങ്ങളെ ഒന്നും ദൈവം മറന്നിട്ടില്ല. സന്തതിക്ക് ദോഷം വന്നിട്ടില്ല. അവരുടെ സന്തതിയുടെ സന്താനങ്ങൾക്ക് ദോഷം വന്നിട്ടില്ല. ഇപ്പൊ പിന്നെ ഉപദേശിമാർക്ക് മുട്ടയൊന്നും കഴിക്കാൻ മേല, കൊണ്ടുവച്ചാൽ മോശ കനാനാട് കണ്ട പോലെ മുട്ട കണ്ടേച്ച് പോകുന്നതല്ലാതെ പരുവക്കേടായിപ്പോയി. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് മനസ്സ് വെച്ചവരും കരുത്ത് വെച്ചവരും ഒക്കെയാണ്. പണ്ട് ഞാൻ മാവേലിക്കര ചെന്നപ്പോൾ അമ്മയെ പണ്ട് പരിചയപ്പെട്ടു. അപ്പം ചോദിച്ചു, പേരുമൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എത്ര വർഷമായി വിശ്വാസത്തിലായിട്ട്? അപ്പം അന്ന് എന്നോട് പറഞ്ഞു 68 കൊല്ലം കഴിഞ്ഞെന്ന്. അന്ന് 10-20 കൊല്ലം മുമ്പാ, 68 കൊല്ലം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, പിള്ളേരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. 12 എണ്ണം. അമ്മച്ചിക്ക് അല്പം കേൾവി കുറവാണ്, അതുകൊണ്ട് ഉറക്കെ ഞാൻ പറഞ്ഞു. എവിടെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എല്ലാം അമേരിക്കയിലാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വലിയ ഇഷ്ടം തോന്നി. നല്ലൊരു അമ്മയാണ്. ഞങ്ങളിങ്ങനെ ചില സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞിട്ടേ, എൻ്റെ അവിടെ ഒരു കന്നാലിക്കൂടായിരുന്നത്, പഴയ പേരെയാണ് അവിടെ. അന്ന് AJ ജോൺസാറിൻ്റെ കാലത്തൊക്കെ പെന്തിക്കോസിൽ ഞാൻ ഇറങ്ങി ഒറ്റയ്ക്ക്. ഇച്ചായ എന്നെ ഇടിക്കുവാനും, മുടി ഒത്തിരി ഉണ്ട്. യോഗമൊക്കെ കഴിഞ്ഞിട്ടുള്ള മുടിക്കൊത്തി ഇങ്ങനെ പിടിച്ചാൽ അടുക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്തോത്രം ചെയ്തു. വീട്ടിൽ കയറ്റിക്കല്ല യോഗം കഴിഞ്ഞ് വന്ന എൻ്റെ കന്നാലിക്കൂട്ടിൽ കിടത്തും. വിശ്വാസത്തിന് പിന്മാറിയില്ല, ധീരതയോടെ നിന്നു. എനിക്ക് 12 പിള്ളേരെ ദൈവം തന്നു. ഒരെണ്ണം 10ാം ക്ലാസ് ജയിക്കാൻ ഒത്തില്ല, പഠിപ്പിക്കാനൊന്നും മാർഗമില്ല. എല്ലാത്തിനും ദൈവം അമേരിക്ക വിട്ടു. അമ്മച്ചിയുടെ സാക്ഷ്യമാണ്. അപ്പൊ അതിന്റെ കാര്യം, അന്ന് വെട്ടിയാറ്റ് പോയി യോഗം കൂടുമായിരുന്നു. എന്നോട് പറയുക, ഇവിടുന്ന് മാവേലിക്കരുന്ന് ചോറും കൊട്ടയും ഞാൻ ചുമക്കും. വെളുപ്പിന് എഴുന്നിട്ട് വീട്ടിൽ വഴിയൊക്കെ ഒതുക്കി വെച്ച് ചോറ് കൊട്ടയ്ക്കകത്ത് കൂട്ടാനും എല്ലാം ഇല വെച്ച് വെച്ചേച്ച് അത് മാവേലിക്കരുന്ന് തലയിൽ ചുമ്മി വെട്ടിയാറ്റ് കൊണ്ടുവന്ന് സവായ കൂടും. ഉപദേശിമാർക്കും എല്ലാം ചൂട് കൊടുക്കും. 6 വർഷം, ആഴ്ച 3 പ്രാവശ്യം പോകും. അപ്പൊ ഇങ്ങനെ പല കാര്യം പറഞ്ഞു. അപ്പൊ ഈ അമ്മ പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ പല സ്ഥലങ്ങളിലാണ് പിള്ളേർ. അപ്പൊ ഞാൻ ചോദിച്ചു, അമേരിക്കയിൽ പോയിട്ടുണ്ടോ? 14 കോൺഫറൻസിന് കൂടിയെന്ന്. ഇപ്പൊ മൈതാനോട് ഈ കൊല്ലം പോയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലായിടത്തും പോയോ? അപ്പൊ പറയാ, ഈ ഓരോ സ്ഥലത്ത് നിന്ന് ഫ്ലൈറ്റേ കയറ്റി പിള്ളേർ അങ്ങോട്ട് ഇറക്കും. മക്കളൊക്കെ പല സ്ഥലത്താണ്. അപ്പൊ ഇങ്ങനെ വിമാനത്തിൽ, ഇവിടുന്ന് വിമാനത്തിൽ കയറി അവിടെ ചെല്ലും, അവിടുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിമാനത്തിൽ. അപ്പം വിമാനത്തിൽ ഇങ്ങനെ പ്രോസ്പെരിറ്റി അല്ലി പറഞ്ഞത്, അങ്ങനെ അനുഭവമാണ്. വിമാനത്തിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ പണ്ട് ചോറും കൊട്ടയും ചുമ്മിയത് ഓർക്കുമെന്ന്. വിമാനത്തിൽ ഇങ്ങനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറി പറക്കുമ്പം പണ്ട് 10-60 കൊല്ലം മുമ്പ് ചോറും കൊട്ടയും തലയെ വെച്ച് ചുമ്മിയത് ഓർക്കും. അവിടെ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട്, ഇത് മറന്നു കളയുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. എനിക്കറിയാം, പഴയ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വന്തം മക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ ദൈവവേലയും ദൈവദാസന്മാരെയും ദൈവവേലയ്ക്ക് അത് കൊടുത്തവരുണ്ട്. അവരുടെ കുടുംബങ്ങളെ ഒന്നും ദൈവം മറന്നിട്ടില്ല. ഞാനൊരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയാം, കർത്താവ് വരാൻ താമസിക്കുകയാണെങ്കിൽ നിനക്കും നിന്റെ സന്തതിക്കും യാതൊരു ദോഷവും വരികയില്ല. ഇത് മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. തന്നിരുനാമത്തിനായി മണ്ണിൽ നിന്നകൽ സാധിച്ചവര്, തന്നിരുനാമത്തിനായി മണ്ണിൽ നിന്നകൽ സാധിച്ചവര്, തിരുസന്നിധം ചേർത്തു താൻ കൈകളാൽ അവരുടെ തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അവനധികമില്ലിനിയും
പാട്ട്. അവൾ ആരംഭ പ്രാരംഭ നാളുകളിൽ ഇവരെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് കരുത്ത് വെച്ചവരും മനസ്സ് വെച്ചവരും തീക്ഷണയോടെ ഉണ്മയോടെ ദൈവത്തെ സേവിച്ചവരാ. ഇടക്കാലങ്ങളിൽ ഇവർ ക്ഷീണിച്ചതിന് തെളിവാണ് മന്ദതയും തളർന്ന കൈയും കുഴഞ്ഞു മുഴങ്ങാനും. അങ്ങനെ ക്ഷീണിച്ചു വശപ്പെട്ട ഇവരെ വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, അത് വേണ്ടാന്ന് വെച്ചത് പോഷത്വമായോ എന്നുള്ള ചിന്ത അകത്ത് കയറി ക്ഷീണിച്ചപ്പോൾ പൗലോസ് കർക്കശമായിട്ട് ഇവരെ തർജ്ജമ ചെയ്ത് പറയുകയാ, വിട്ടുപോകുന്നത് അബദ്ധമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമാനങ്ങൾ വന്നു കയറിയ സ്ഥലം, ഉപേക്ഷിച്ചതിനേക്കാൾ അതിശ്രേഷ്ഠമാനങ്ങൾ വന്നു കയറിയ ഈ ഇടം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ പഴയതിനേക്കാൾ ഏറെ നല്ലതാണ് പുതിയത്. അത് സ്ഥാപിക്കാനായി എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് ഏറെ നല്ലതായി എന്നുള്ള പദമാണല്ലോ എടുത്തു പറയുന്നത്. പഴയതിനേക്കാളല്ല ഏറെ നല്ലത് പുതിയതാ. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു ശ്രേഷ്ഠനെന്ന് അങ്ങോട്ട് എണ്ണി. അവൻ എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠൻ, എല്ലാവരേക്കാളും ശ്രേഷ്ഠൻ, എല്ലാത്തിനേക്കാളും യോഗ്യൻ കർത്താവാകുന്ന യേശുക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ മകനെ അങ്ങോട്ട് വെളിപ്പെടുത്തി. 1-ാം അധ്യായം മുതൽ 13-ാം അധ്യായം വരെ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, അവൻ ദൂതന്മാരെ ശ്രേഷ്ഠൻ, അവൻ അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവൻ മോശയെക്കാൾ ശ്രേഷ്ഠൻ, അവൻ യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അവൻ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവൻ മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, അവൻ ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, അവൻ ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, അവൻ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവൻ ആ യാഗത്തെക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തുവാണ് സകലത്തിലെ ശ്രേഷ്ഠൻ. ഇടയ്ക്ക് പറയുക, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, അവൻ മോശയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തിലും വലിയവൻ, സകലത്തിലും ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി യോഗ്യനായ ശ്രേഷ്ഠനായ ഒരുവനെയുള്ളൂ, യേശുക്രിസ്തു മാത്രം. ഓരോ അധ്യായത്തിലും യേശുവിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തി. എന്നുവെച്ചാൽ പുള്ളി ഒരു പദം കൂടെ പറഞ്ഞു, ഇവൻ അത്ര മഹാനെന്ന് നോക്കാൻ കൊള്ളാവുന്ന, കാണാൻ കൊള്ളാവുന്ന, ഞാനിപ്പോഴും പറയും അംഗീകരിക്കാൻ കൊള്ളാവുന്ന, ആരാധിക്കാൻ കൊള്ളാവുന്ന, അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരുവനെയുള്ളൂ, യേശുക്രിസ്തു മാത്രം. വേറെ ആരെയും നോക്കാനും കൊള്ളുകയല്ല. നോക്കിയാവട്ടെ, നമുക്ക് ചിലരെയൊക്കെ കണ്ടാൽ നമുക്ക് പേടി വരും. ആ ഇരിപ്പ് നോട്ടമൊക്കെ കണ്ടാൽ പേടിപ്പിക്കുന്ന കക്ഷികളുണ്ട്. യേശുവിനെ കണ്ടാൽ ഒരു പേടിയും വരികയില്ല. അതിലോ പള്ളിയിലിരുന്ന് എല്ലാവരുടെയും കണ്ണ് പറിക്കുകയല്ല. സ്തോത്രം. സാറ് കണ്ട പാടുക, നിൻമുഖത്തു നിന്നു തൂകും നന്മ തൂപൂരത്തിലമ്പൈ, നിൻമുഖത്ത് നിന്നു തൂകും നന്മ തൂപൂരത്തിലമ്പൈ, മുങ്ങിലേക്കുന്നു ദിവ്യ ജ്ഞാനികൾ, നിന്റെ നന്മൊഴി കരി കണ്ണയുപതിനൊരു നവ്യമായ സയൻസുമില്ലതു സമ്മതിക്കും നഗ്നരല്ല ഈ പ്രാണികൾ. അപ്പൊ അവന്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ തേനിങ്ങനെ ഇറ്റിറ്റ് വീഴുക. സ്തോത്രം. കണ്ണ് പറിക്കാൻ തോന്നുകയില്ല. കാണാൻ യോഗ്യനായ ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു. ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനാകുന്ന, സുന്ദര രൂപനാകുന്ന ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു. ശൂന്യക്കാരത്ത് പറയുക, എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000ങ്ങളിൽ ശ്രേഷ്ഠൻ, ആയിരങ്ങളിൽ 10,000ങ്ങളിൽ ശ്രേഷ്ഠനായ ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ഓരോ അധ്യായത്തിലും അങ്ങോട്ട് വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തി വന്ന് നമ്മൾ 10-ാം അധ്യായം 37-ാം വാക്യമായി ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വായിച്ചത്. 10-ാം അധ്യായത്തിലെ വിഷയം ഒറ്റ വാക്യം പറയാം, ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപത്തിന് പരിഹാരം വരുത്തി യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി. ഇനി പാപപരിഹാരത്തിന് ഒരു കർമ്മമോ യാഗമോ വേണ്ട. യേശുക്രിസ്തു പരിഹാരം വരുത്തി വെച്ച് സ്വർഗത്തിൽ പോയി. ആ സ്വർഗത്തിൽ പോയ യേശു കർത്താവ് ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. അധികം താമസിക്കാതെ അവൻ പക്ഷപാതം നിർത്തിവെച്ച് പ്രത്യക്ഷപ്പെടാൻ പോയ. അതാണ് 37-ാം വാക്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശുക്രിസ്തു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഞാൻ പറയാറുണ്ട്, ഈ പ്രത്യാശ ഉള്ളത് കൊണ്ട് ഈ കത്തതും രോഗവും പീഡയും നിന്ന് അപമാനമൊക്കെ ഉണ്ടാക്കുന്നില്ല. പയറുപോലെ നമ്മൾ നിൽക്കുന്നതിന്റെ മർമ്മം എന്നാന്നറിയാമോ? യേശു വീണ്ടും വരാൻ പോകയാ. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർത്ത് കൊള്ളപ്പെടുവാൻ യേശു കർത്താവ് വീണ്ടും വരും. ഇന്ന് രാത്രി കമ്മിവാചകം പോലെ യേശുക്രിസ്തുവിന്റെ വരവിന് യേശുക്രിസ്തു വീണ്ടും വരും. അതിന് 3 തെളിവ്.
ധാരാളം തെളിവുണ്ട്. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് 3 തെളിവ്. ഒന്ന്, യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉറപ്പ് തന്നെ. ധാരാളം ഉറപ്പുകളുണ്ട്, തെളിവുകളുണ്ടെങ്കിലും സദസ്സിനോട് ചോദിക്കുക, യേശു ക്രിസ്തു വീണ്ടും വരും. വരുമോ? വരും. അതിന് ഏറ്റവും വലിയ ഉറപ്പ് തന്നെ. യോ അതായത് അത് തന്നെ സ്തോത്രം. യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉറപ്പ് കർത്താവ് പറഞ്ഞേച്ചാ പോയത്. നമ്മുടെ ദൈവം പോസ്റ്റ് പറയുന്ന ദൈവമല്ല. ഗതിഭേദങ്ങളുടെ ആച്ഛാദനം കർത്താവിനില്ല. അവന്റെ വാക്ക് ഉവ്വെന്നും പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞേച്ചാ പോയേക്കുന്നത്. തെളിവിനൊരു വാക്യം, നമുക്ക് അറിവുള്ള വാക്യം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 യേശു വരുമെന്നുള്ളതിന് ആദ്യത്തെ തെളിവ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, അടുത്ത വാക്യം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതിന് ഒന്നാമത്തെ തെളിവ് നമ്മുടെ കർത്താവ് പറഞ്ഞേച്ചാ പോയത്. ഈ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം ഒന്നുകൂടെ വായിച്ച ദൈവദാസനെ, നിങ്ങളുടെ ഹൃദയം അതെന്നാ കർത്താവ് അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുതെന്ന്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് അങ്ങനെ പറയാൻ കാരണം സാധ്യത ഉണ്ടെന്നുള്ളതല്ല, കലങ്ങിയിരിക്കുക. എന്നാ സാധ്യത കേടാ, ഹൃദയം ഇരിപ്പൊക്കെ കാണുമ്പോ അറിയാം. കലങ്ങിയിരിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, കലങ്ങി പോകരുത്. അപ്പൊ ഇത് പറയാൻ കാരണം ഈ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിലാണ് പറഞ്ഞത് ഹൃദയം കലങ്ങി പോകരുത്. അതങ്ങനെ പറയാൻ ഒരു കാരണം പറയാം. ഇവര് കലങ്ങിയിരിക്കുക, കലങ്ങാൻ കാരണം പറയാം. നിങ്ങൾ വചനത്തിലൊക്കെ തിട്ടമുള്ളവരാ. ഈ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞ ഹൃദയം കലങ്ങരുത്. അത് പറയാൻ കാരണം 13-ാം അധ്യായം പഠിക്കണം. 13-ാം അധ്യായത്തിലെ വിഷയത്തോട് ബന്ധപ്പെട്ട പറഞ്ഞ കലങ്ങരുതെന്ന്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിഷയം എന്താ? ഒറ്റ വാക്കിൽ, മൊത്തം വിഷയങ്ങളാ എന്നാലും ഒറ്റ വാക്യത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ സബ്ജക്റ്റ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ സബ്ജക്റ്റ് പെസഹായ. അപ്പൊ പെസഹായുടെ ഒരുക്കനാൾ വരിക. അപ്പൊ പെസഹായുടെ ഒരുക്കനാൾ വന്നപ്പം ഈ ശിഷ്യന്മാര് വന്ന് കർത്താവിന് ചോദിച്ചു, ഗുരു, ഞങ്ങൾ നിനക്ക് എവിടെ പെസഹ ഒരുക്കണ്ട? അത് ചോദിക്കാൻ കാരണമുണ്ട്. ഈ കർത്താവിന്റെ കയ്യിൽ യാതൊരു കാശും 5 കാശിന് മാർഗമില്ല, കയറി കിടക്കാൻ വീടില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല, കരം കൊടുക്കാൻ കാശില്ല, പിന്നെ യോഗ നടത്താൻ സ്ഥലം ഇല്ല. ആരംഭ പടകിലൊക്കെ ഇരുന്നാ യോഗം നടത്തിയത്. ജനമെല്ലാം ഭക്ഷിച്ച് തൃപ്തിപ്പെട്ടേച്ച് വീട്ടിലോട്ട് പോകും. യേശു മലയ്ക്ക് പോകുമെന്നാണ് എഴുതിയേക്കുന്നത്. എന്നാളൊരു സമയം ചോദിച്ചു, മലയ്ക്ക് പോയായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ അതല്ല, വേറെ ഒലിവുമലയ്ക്ക്. ജനമെല്ലാം താതാങ്ങളുടെ വീട്ടുകളിലേക്ക് പോകും. അപ്പോൾ നിന്നും അത്ഭുതം കണ്ട് അടയാളമൊക്കെ കണ്ട് അതിശയം പ്രാപിച്ചേച്ച് വീട്ടിൽ പോകും. യേശുവിന് വീടില്ല, മലയിൽ പോകും. പാടാനും വയ്യ. ഇവര് എനിക്ക് എത്ര ഒക്കെ എന്റെ പാട്ടിന്, അവര് പാട്ടുകാരാ, നല്ലവരാ, പക്ഷെ നമ്മുടെ പാട്ടിന് പിടുത്തം പോരാ. അപ്പൊ പാടാനും വയ്യ. അപ്പൊ പണ്ട് പാട്ടുകാരെ പാടി, നരികൾക്ക് വസിപ്പതിനായി കുഴിയും പറവയ്ക്ക് വസിപ്പതിനായി കൂടും, പൂവിലുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല, ദീപാരിൽ സ്ഥാനമില്ല, കുരിശും നിജ തോളിലെടുത്തൊരു കരേറി പോകുന്ന കാഴ്ച കാൺമീൻ. അപ്പൊ കുറുനരികൾക്ക് കുടിയുണ്ട്, പറവജാതിക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ സ്ഥലമില്ല. അപ്പൊ കയറി കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല, കരം കൊടുക്കാൻ കാശില്ല. ഈ യോഗമൊക്കെ നടത്തിയേച്ച് വിഷം നൂപ്പാട് വന്നായി പോകുന്നത്. ഇന്ന് ചിലരെയൊക്കെ യോഗത്തിന് വിളിച്ചു കഴിഞ്ഞാൽ യോഗം കഴിഞ്ഞാൽ വലിയ സ്റ്റാർ ഹോട്ടലിലോട്ടാ
സ്തോത്രം. പിന്നെ അവിടുന്ന് ഇറങ്ങുന്നതൊക്കെ വലിയ യുദ്ധക്കളത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ. ബമ്പോ എന്തിനേറെ കൺവെൻഷന് പറയേണ്ടതല്ല, എന്നാലും അങ്ങ് പറയുക. യോ പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് പോയ ചിലരുടെ എന്തോ ആർഭാടമായി, എന്തോ കമ്പനിമാരെ ഇടുന്നില്ലെന്നേ ഉള്ളൂ. ആദ്യതേല ഓക്കാപ്പിച്ചു. പക്ഷെ ഇതിനകത്ത് മാന്യമായിട്ടും യോഗ്യമായിട്ടും ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുണ്ട്. ഉണ്ട്. ചില കല്യാണത്തിനൊക്കെ ചെന്ന എന്തുവാ, അയ്യോ അപ്പോ 1 ഗ്രാമിന്റെ അല്ലെങ്കിൽ 5 ഗ്രാമിന്റെ മോതിരം ഒന്നും വിടുകയല്ല. ഉടുക്കുന്ന സാരിയും ധരിക്കുന്ന ഡ്രസ്സുമൊക്കെ അപ്പോ അതിശയിച്ചു പോകും. ദൈവം കൊടുക്കുക എന്നാ പറയുന്നത്. യേശുക്രിസ്തുവിന് കയറി കിടക്കാൻ വീടില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല, കടം കൊടുക്കാൻ കാശില്ല. എല്ലാവരും ധരിക്കപ്പെട്ടവനായിട്ടാണ്. മൂത്താമ്പാക്കൽ ഉപദേശിക്കുന്ന ഭാഷ പറഞ്ഞാൽ ജന്മസ്ഥലം അടിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കുന്ന അരക്കാശിന് മുതലില്ലാതെ തലകായ്പാൻ ഇടമില്ലാതെ 33 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച അവൻ പരിശുദ്ധനായ ക്രിസ്തു. അതെ, അധികം വിവരിക്കുന്നില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ കയ്യിൽ ഒന്നുമില്ല. ആരാന്റെ പടകിൽ കയറി യോഗം നടത്തി, വല്ല വീട്ടിലൊക്കെ എത്തുന്ന യോഗം നടത്തി. അതുകൊണ്ട് ആ ശിഷ്യന്മാർ ചോദിച്ചത്, ഗുരു ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണ്ടേ? സ്ഥലം കാണിക്കാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് ഒരു പ്രവചനം എന്ന നിലയിൽ പറഞ്ഞു, അതെ നിങ്ങൾക്ക് എതിരെയുള്ള എന്നിട്ട് നാളെ രാമ പറഞ്ഞ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ആരും കയറിയിട്ടുള്ള ഒരു കഴുത അവിടെ കാണും. ആ കഴുത അഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പെസഹായ്ക്ക് അത്യാവശ്യം അപ്പം ഇല്ലെങ്കിലും കഴുത ആവശ്യമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കെതിരെയുള്ള നഗരത്തിൽ പട്ടണത്തിൽ ചെല്ലണം, ടൗണിൽ. അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് എതിർപ്പെടും. അപ്പൊ എന്തോ ചെയ്യണം? അവനോട് ചോദിക്കണം, ഇപ്പോഴാണോടാ വെള്ളവും കുളമായിട്ട് മുന്നോട്ട് വരുന്നത്? പോടാന്ന് അങ്ങനെയാണോ? അല്ല, അവൻ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് എതിർപ്പെടും. നിങ്ങൾ അവന്റെ പിന്നാലെ ചെല്ലണം. അവനൊരു വലിയ വീട്ടിലോട്ട് കയറും. ആ വീട്ടിൽ കയറുമ്പോൾ അവനങ്ങ് വെള്ളവുമായിട്ട് പോകും. വീട്ടുടയവൻ നിങ്ങളോട് ചോദിക്കാൻ വന്ന കാര്യം. അപ്പൊ നിങ്ങൾ വീട്ടുടയവനോട് പറയണം, ഗുരുവിന് പെസഹ കഴിപ്പാൻ ശാല എവിടെ? അപ്പൊ ശാല എവിടെയെന്ന് ആ വീട്ടുടയവനോട് ചോദിക്കുമ്പോൾ ആ വീട്ടുടയവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരുമെന്ന. വിരിച്ചൊരുക്കിയ വൻമാളിക, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. അത് മർക്കോസ് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 12 മുതലൊന്ന് വായിച്ചേ. മർക്കോസ് 14 മർക്കോസ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. മർക്കോസ് 14-12 മുതൽ. പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കിടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട് ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയ 15-ാമത്തെ വാക്യത്തിൽ കൊടുക്കുന്നത്, അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. ഇതിനെപ്പറ്റി ഒരു ചരിത്രം പറയുന്നത്, ഈ മർക്കോസ് റോമൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് എഴുതിയേക്കുന്നത്. ഞാനെപ്പോഴും പറയും, മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചെഴുതി, ലൂക്കോസ് യവനന്മാരെ ഉദ്ദേശിച്ചെഴുതി, യോഹന്നാൻ ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതി, മർക്കോസ് റോമാക്കാരെ ഉദ്ദേശിച്ചെഴുതി. അപ്പൊ റോമൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചാണ് എഴുതിയത്. വിരിച്ചൊരുക്കിയ വൻമാളിക, ഫർണിഷ്ഡ് റൂം എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അത് മേളിലത്തെ അപ്പർ റൂമാ, അത് ഫർണിഷ്ഡ് ചെയ്ത റൂമായിരുന്നു. അപ്പോൾ വിരിച്ചൊരുക്കിയ വൻമാളിക. ഓടിച്ച് പറഞ്ഞ ഭാഗം വിടാം. യേശുവിൻ ശിഷ്യന്മാർ ഈ പറഞ്ഞ പ്രവചനം പോലെ ഇവര് എതിരെ ചെന്നു. ഒരു മനുഷ്യൻ വെള്ളവും കോരിക്കൊണ്ട് വന്നു. അവന്റെ പിറകെ പോയി വീട്ടുകാരനെ കണ്ടു. വിരിച്ചൊരുക്കിയ വൻമാളിക ഒരുക്കി. കർത്താവും ശിഷ്യന്മാരും ഈ വിരിച്ചൊരുക്കിയ വൻമാളികയ്ക്ക് അകത്ത് കയറി. ഹൃദയം കലങ്ങരുതെന്ന് പറയാനുള്ള കാര്യമാണ്. അകത്ത് കയറി. അപ്പൊ എന്റെ ഒരു ഭാവനയും കൂടെ ചേർത്ത് പറയുക, 12 പേരും ഇങ്ങനെ വട്ടം വരയ്ക്കുന്ന കർത്താവ് തമ്പുരാനും അടങ്ങിയിരിക്കുക. അങ്ങനെ ഇപ്പൊ ഈ വിരിച്ചൊരുക്കിയ വൻമാളിക നഗരത്തിലെയാണ്. ഈ നഗരത്തിലെ, പട്ടണത്തിലെ, ടൗണിലെ വമ്പം വീട്ടിലാണ് കയറിയേക്കുന്നത്. അപ്പം വീടും പരിസരവും വിരിച്ചൊരുക്കി വൻമാളിക, അതിന്റെ ഫർണിഷിംഗ് എല്ലാം കണ്ട് ശിഷ്യന്മാർ അമ്പരന്ന് പോയി. അത് സ്വാഭാവികമാണ്, അമ്പരക്കും. അതിന്റെ കാരണം പറയാം.
ഇവര് മിക്കവരും മുക്കുവന്മാരാ. മത്സ്യബന്ധനം നടത്തുന്നവരും കടലിൽ പോകുന്നവരും വല നന്നാക്കുന്നവരും വീശുന്നവരും വള്ളത്തെ പോകുന്നവരും നാടൻ ഭാഷ പറഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധമുള്ളവരും സാധാരണക്കാരും പഠിപ്പില്ലാത്തവരായി ഇവര് പലരും. അപ്പൊ സാധാരണക്കാരാകുന്ന ഇവര് ഒരു സുപ്രഭാതത്തിൽ പട്ടണത്തിൽ ടൗണിൽ വൻമാളിക കയറി വിരിച്ചൊരുക്കി ഈ വൻമാളികക്കകത്ത് കയറി ഈ വീടും പരിസരവും എല്ലാം കൂടെ കണ്ടപ്പം എന്റെ ഭാഷ പറഞ്ഞ അകവാട് വെട്ടിക്കാണും. അപ്പൊ എന്റെ ചിന്ത ശിഷ്യന്മാരിക്കുന്ന എന്റെ ചിന്തയാ ഈ പത്രോസ് അല്ലെങ്കിൽ ആന്ത്രയോസ് എന്ന് പറഞ്ഞാണ് അന്ത്രപ്പ ഭയങ്കരം വീടാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞാനും വന്നപ്പം അതിൽ ശ്രദ്ധിക്കാന്ന് പറഞ്ഞു. അപ്പം വേറൊരു പുള്ളി പറഞ്ഞു ഈ സെറ്റി എല്ലാം വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നത്, അതിനെ ഇരിക്കുമ്പോൾ അങ്ങ് താന്ന് പോവാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ കുറെ നേരമായിട്ട് പൊങ്ങാൻ താഴുകയും ചെയ്യാന്ന് പറഞ്ഞു. നല്ല സുഖം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല സുഖം. അപ്പൊ പറഞ്ഞ് ഈ കാർപ്പറ്റും ഒക്കെ വെളിയിൽ നടക്കുക ചവിട്ടുമ്പോൾ നല്ല സുഖമുണ്ട്, ഞാൻ ഇരിക്കുന്നില്ല, ചവിട്ടി കുറെ നേരം നിൽക്കുകയെന്ന് പറഞ്ഞു. നല്ല സുഖമുള്ളപ്പോൾ അപ്പൊ ഇതൊക്കെ പറഞ്ഞ പെയിന്റിങ് ഒക്കെ നല്ലതാണ് പറഞ്ഞു. പിന്നെ മറ്റും തളവും ഒക്കെ നല്ലതാണ്. അപ്പം ഇതിനെപ്പറ്റി ഇങ്ങനെ വർണ്ണിച്ച് വിവരിച്ച് അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു ഏതായാലും നമ്മൾ 2-3 കൊല്ലമായിട്ട് പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇത് കാണാനെങ്കിലും അതാ പരമാർത്ഥം. യേശുവിനെ കണ്ടതാ ഭാഗ്യം, കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം, ഈ ദൈവകൃപയിൽ വന്നതാ നമ്മുടെ മഹാഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ നിനക്ക് ഗുണം വന്നത്. നിന്റെ കുടുംബം അസ്തമിച്ചു പോകേണ്ടതാ, നശിച്ചു പോകേണ്ടതാ, കൂട്ടനിലവിളി, വിലാപപ്പന്തല്, കെടുമതികള്, പെട്ടുമരണങ്ങളൊക്കെ നടക്കേണ്ടതാ. അതെല്ലാം മാറിപ്പോയത് നീ യേശുവിനെ കണ്ടത് കൊണ്ടാ. ശിഷ്യന്മാര് പറയുക നമ്മൾ 2-3 കൊല്ലമായിട്ട് പുള്ളിയുടെ കൂടി ഇങ്ങനെ കൊട്ടിയും പാടിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഇത് കാണാനെങ്കിലും അവസരമുണ്ടായല്ലോ. അതാ അതിൻ്റെ പരമാർത്ഥം. ഞാൻ മിക്കടുത്ത് പറയും ജാതിയുടെ മകനെയോ കുലമകനെയോ കുടുംബശ്രേഷ്ഠതയോ വിദ്യാഭ്യാസമോ പഠിപ്പോ നിറമോ ശബ്ദമോ ഒന്നും നോക്കിയാൽ ഒരു കുഞ്ഞുങ്ങൾ നമ്മളെ മാനിക്കത്തില്ല. പിന്നെ ആരെങ്കിലും 10 പൈസ തരുന്നെങ്കിൽ പച്ചവെള്ളം തരുന്നെങ്കിൽ അവൻ ഇങ്ങനെയുള്ള സ്റ്റേജൊക്കെ ഒരുക്കി അവൻ കൊത്തയാന്നേലും 10 കാര്യം പറയുന്ന കേട്ടിങ്ങനെ ക്ഷമയോടിരിക്കുന്നത് ഈ പുസ്തകം എടുത്തത് കൊണ്ടാണ്, യേശുവിനെ കണ്ടത് കൊണ്ടാണ്. എന്നേക്കാൾ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും കുലീന കുടുംബത്തിൽപ്പെട്ടവരും മിടുമിടുക്കന്മാരും വിദ്യാനിപുടന്മാരും ഒക്കെ 100 കണക്കിന് 1000 കിടക്കുമ്പോൾ പോഷനാകുന്ന എനിക്ക് ഇങ്ങനെ അവസരമെല്ലാം ലഭിച്ചത് കുടുംബശ്രേഷ്ഠതയും മെച്ചവും വിദ്യാഭ്യാസവും നിലവാരം കൊണ്ടല്ല, യേശുവിനെ കണ്ടതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങളോട് പറയാം, വല്ലോ നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ കണ്ടത് കൊണ്ടാണ്. അയ്യോ പണ്ടത്തെ കാര്യമൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. ഈ കർത്താവിന്റെ കൃപ വരുന്നതിന് പിന്നെ നമ്മളെല്ലാം പരുവക്കേടി കിടന്നതാ. പണ്ടൊക്കെ 8-10 പിള്ളേരാ. അതൊക്കെ കപ്പ പുഴുങ്ങും. കപ്പ പഴയ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കപ്പ പുഴുങ്ങി എല്ലാവർക്കും ഒന്നും തികയത്തില്ല. ചെണ്ട പുളിയും അല്ലെ ഈ കട്ടൻ കപ്പ ബോധി കഴിഞ്ഞ് ഊറ്റി തളർന്ന കട്ടുള്ളതാ. 3-4 പ്രാവശ്യം ഊറ്റി വെള്ളം കളയണം. അത് കുടഞ്ഞിടും പിടുത്ത പാത്രത്തിൽ. എല്ലാവർക്കും ഒന്നും പ്ലേറ്റ് കാണുകയല്ല. അപ്പൊ ഇങ്ങനെ വന്ന് നോക്കി എത്തിയൊക്കെ നിൽക്കുന്ന കാണും. ആവി കൊണ്ട് അടുക്കാൻ മേല. പിന്നെ മോതയും നെന്മീനും ഒന്നും കാണുകയില്ല. മോത എന്നൊക്കെ എഴുതി വായിച്ചോണം. മോത എഴുതി വായിച്ചു പേപ്പർ മേടക്ക് വെച്ചേക്കണം. പിന്നെ അമ്മ എന്നാ എന്ന് ചോദിച്ചാൽ അടുക്കള പാലത്തിലൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചാ കാന്താരി കൊല്ലെന്ന് കാന്താരി പറിച്ചുകൊണ്ട് വന്ന് അടച്ചോറ്റിപ്പലക വെച്ചൊന്ന് ഒട്ടയ്ക്കും. അതൊക്കെ തൊട്ടും നക്കിയൊക്കെ തിന്നായി ജീവിച്ച് വളർന്നത്. ഇപ്പോഴോ അയ്യോ മട്ടെല്ലാം അങ്ങ് മാറിയില്ലയോ. സ്തോത്രം. സ്ഥിതിക്കെല്ലാം ദൈവം മാറ്റം വരുത്തിയെന്ന്. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തിയപ്പോൾ അഹങ്കാരവും കൂടി. പണ്ടൊക്കെ യോഗം കഴിഞ്ഞ് വണ്ടിയൊന്നുമില്ല. അപ്പൊ ചൂട്ടുകത്തിയായിട്ട് ഒരാൾ മുന്നിൽ കാണും, ഒരാൾ പുറകിലും കാണും. അപ്പോൾ ആരാധന കഴിഞ്ഞ് ഹോളി നടക്കുമ്പോൾ ഓരോരുത്തരെ വീട്ടിലോട്ട് കയറ്റുക പറഞ്ഞ് കയറ്റി വിടുക. ചൂട്ട ഒരാൾ മുന്നേ നടന്നിങ്ങനെ വീശു, ഒരാളല്ലേ പുറകെ കാണും വീശി. യോഗമൊക്കെ കഴിഞ്ഞ് ലീലിയ പറഞ്ഞ് കയറ്റി വിടുക. ഒടുവിലത്തെ പോകുന്ന പുള്ളിയുടെ ഇലായി ചൂട്ടുകയറ്റ. പുള്ളി അവിടെ വീട്ടിൽ ചെന്ന് കുത്തിക്കിടത്തിയാത്തന്ന് കയറും. ഇപ്പൊ എല്ലാവർക്കും വണ്ടിയായി. അതുകൊണ്ട് ആശീർവാദത്തിന് മുന്നേ മേരിക്കുട്ടി കണ്ണ് കാണിക്കും. പാസ ആശീർവാദം പറയുന്നതിന് മുന്നേ മേരിക്കുട്ടിയും ബേക്കുട്ടിയും കൂടെ വണ്ടിയെ കയറും. കറുത്ത ഗ്ലാസ്സാണ്. ഇപ്പം കറുത്ത ഗ്ലാസ് പോലീസ് മാറ്റിക്കൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഒരു കുഞ്ഞുങ്ങളോട് മിണ്ടുകയില്ല. പുതുതായിട്ട് ഒരാൾ സഭയെ വന്നതാ, കൈ പോലും കൊടുക്കല, എവിടുന്ന് വരുന്നെന്ന് പോലും ചോദിക്കത്തില്ല. പുതുതായിട്ട് ഒരാളൊരു അതിഥി അല്ലെ ഒരു പുതുതായിട്ട് ഒരു സഹോദരൻ ഒരു സഹോദരി ആരെങ്കിലും സഭയിൽ വന്ന ഈ പ്രൗഢിക്കാരും പിന്നെ പാസ്റ്റർക്ക് മിണ്ടാതിരിക്കാനൊക്കെ ചില പാസ്റ്റർമാരും മിണ്ടുകയല്ല, അത് വേറൊരു സത്യം. സ്തോത്രം. ആ ദൈവസ്നേഹമെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാവരും ആള് കളിക്കുക. അഹങ്കാരം കണ്ടമാനം വന്നു. ഒരു കാര്യം ഇന്ന് രാത്രി പറയാ, പൗലോസ് പറഞ്ഞ പണം കടമെടുക്കുക, ഞെളിയാതെ ഭയപ്പെട്ടോണം.
ഈ സൗന്ദര്യവും ഈ പണവും നിന്റെ പത്രാസും നിന്റെ പ്രൗഢിയൊക്കെ ഒരല്പ നേരത്തേക്കേ ഉള്ളൂ. നല്ല ഒരു പനിക്കില്ല നിന്റെ കാശ്, നല്ലൊരു പനിക്കില്ല. സ്തോത്രം. പിന്നെ സൗന്ദര്യം. പണ്ട് ഞാനെപ്പോഴും പറയും, ഒരാൾക്ക് ഇവിടെ ഒരു ചെറിയ നുണല് വന്ന് നല്ല സൗന്ദര്യമുള്ള ആളാ, വേറെ ലെവലി അതൊക്കെ തേച്ച് മിനുക്കിയൊക്കെ നടന്ന ആളാ. ഒരു ചെറിയ നുണല് കൊണ്ടുവന്നപ്പം വേറെയാ. ആർക്കും വരാതിരിക്കട്ടെ, വന്നവരെ സൗഖ്യമാക്കട്ടെ. അവസാനം ഇവിടെ എല്ലാം പൊട്ടി തുറന്ന് ചരിഞ്ഞ് കിടന്നാ ഇവിടെ നിന്ന് പോയത്. ദൈവം പിടിപ്പിക്കട്ടെ. ഞാൻ ഹൃദയവേദനയോടാ പറയുന്നത്, അഹങ്കരിക്കരുത്. സൗന്ദര്യത്തിൽ, പണത്തിൽ അഹങ്കരിക്കരുത്. നിന്റെ പത്രാസിലും പ്രൗഢിയിലും അഹങ്കരിക്കരുത്. അവൻ ദൈവസന്നിധിക്ക് എളിമപ്പെട്ട് വിനയപ്പെട്ട് താഴ്ന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ കൃപ നിനക്ക് അനുഭവിക്കാം. ഒന്നും കണ്ട് ഞെളിയരുതെന്നായി പറഞ്ഞത്. സ്തോത്രം. അപ്പൊ ഈ ശിഷ്യന്മാര് പറഞ്ഞു, ഏതായാലും നമ്മള് പുള്ളിയുടെ കൂടെ 2-3 വർഷം കൂടിയത് കൊണ്ട് ഇത് കാണാനെങ്കിലും ഇടയായി. അപ്പൊ ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, കാണേണ്ടതെല്ലാം പെട്ടെന്ന് കണ്ടോളാൻ പറഞ്ഞു. അതിന് പുള്ളി അപ്പം നുറുക്കിച്ച് നേരെ ഒലിമലയ്ക്ക് പോകുമെന്നാ പറഞ്ഞത്. ഇവിടുന്ന് ഇറങ്ങും. പുള്ളി ഇവിടെ നടക്കുന്ന സൂക്ഷം നമ്മളെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഇതിനകത്ത്, യേശു ഉള്ളത് കൊണ്ട് ആരിലും നമ്മളെ മാനിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ കേട്ടു, മൊത്തം കേട്ടില്ല, കേട്ടതിന്റെ പിടിച്ചത് പറയാ. എനിക്ക് പിന്നെ മന്ത്രിമാരെന്റെ കൈവശമുണ്ട്, പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അന്റെ MLA-മാരുടെ പേര് പറഞ്ഞെന്ന് പറയുന്നു, മന്ത്രിമാരുടെ പേരൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും എൻ്റെ കയ്യിൽ, അഥവാ ഓട്ടെ കയ്യിൽ വന്നെങ്കിൽ അത് നമ്മുടെ കുടുംബസേട്ടത കൊണ്ട് വന്നതല്ല. സ്തോത്രം. വേദപുസ്തകം എടുത്തത് കൊണ്ടാണ്. ആരെങ്കിലും ഇതിനെ മാനിക്കുന്നെങ്കിൽ, ബഹുമാനിക്കുന്നെങ്കിൽ, ആദരിക്കുന്നെങ്കിൽ, ഒരു കസേര വലിച്ചിട്ട് തരുന്നുണ്ടെങ്കിൽ, 10 രൂപ തരുന്നെങ്കിൽ അഹങ്കരിക്കരുത്. നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, യേശുവിനെ കണ്ടതുകൊണ്ടാണ്. സ്തോത്രം. അവ ശിഷ്യന്മാര് പറഞ്ഞു, പുള്ളി ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷം നമ്മളെ ഇതിനകത്ത് നിന്ന് നടക്കും. പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ വേറൊരു ശിഷ്യൻ പറഞ്ഞു, പുള്ളി ഒലിമലയ്ക്ക് പോകുന്നതല്ല, കഴിഞ്ഞ ആഴ്ചത്തെ യോഗത്തിന് പുള്ളി പറഞ്ഞു, പുള്ളി ഇവിടുന്നേ പോകുവാന്നാ പറഞ്ഞത്. ഒലിമലയ്ക്ക് മാത്രമല്ല, ഇവിടുന്നേ പോകുവാന്നാ പറഞ്ഞു. ഇങ്ങനെ ശിഷ്യന്മാരിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഒരു ശിഷ്യൻ, എൻ്റെ ചിന്തയാണ്, ശിഷ്യന്മാർ തന്നെ പറഞ്ഞു, ഏതായാലും പീറ്റർ, നമുക്ക് ഇങ്ങനെയുള്ള വീടും ചുറ്റുപാടും ഈ ഫർണിഷിങ്ങും ഒക്കെ കാണാനേ ഭാഗ്യമുള്ളൂ, അല്ല നമുക്കിതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. ഇങ്ങനത്തെ വലിയ വീട്ടിൽ താമസിക്കാനോ ഇങ്ങനത്തെ വീട്ടിൽ പാർക്കാനോ നമുക്ക് പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഹൃദയം അങ്ങ് കണ്ടമാനം കലങ്ങി. ഇവിടെ ഹൃദയത്തിന്റെ കലക്കും കർത്താവ് അറിഞ്ഞു. ഈ വീട് കണ്ട് കലങ്ങിയെന്ന് ഞാനൊന്ന് തെളിയിക്കാം. വീട് കണ്ടായി കലങ്ങിയെന്നുള്ളതിന് ഒരു തെളിവ് അടുത്ത വാക്കുകളൊന്ന് വായിച്ചേ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. വീട് കണ്ടായി കലങ്ങിയത് ഒന്ന് വായിച്ചേ. 14:1. വീട് കണ്ടാ കലങ്ങിയത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ വീട് കണ്ടാ കലങ്ങിയതെന്ന് ഒരു തെളിവ് കർത്താവ് മനസ്സിലായി. ഈ 12 എണ്ണോ ഈ വീടും പത്രാസും കണ്ട് കലങ്ങിയിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് കലങ്ങരുത്, വീട് കണ്ടാ കലങ്ങരുതെന്ന് തെളിയിച്ചത്. അതുകൊണ്ട് ആ വീടിനെ പറ്റി ഉടനെ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ ഈ വീട് മണ്ണും ഇഷ്ടികയും കമ്പിയും സിമെന്റും മെറ്റിലും കുമ്മായും ഒക്കെ ഉള്ള കൂട്ട് ചേർത്തുണ്ടാക്കിയ വീടാണ്. ഒരു ചെറിയ അനക്കം, ലെത്തൂര് ചെറിയ അനക്കം വന്നാൽ മതി, പപ്പടം പൊടിയും പോലെ പൊടിയും. പക്ഷെ ഇതിലൊക്കെ മെച്ചമായൊരു വീടൊരുക്കാൻ ഞാൻ പോവാം. ഈ വീട് കണ്ട് കലങ്ങരുത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീടൊരുക്കാൻ പോകയാ. ആ വീടെല്ലാം ഒരുക്കി ക്രമീകരിച്ചേച്ച് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പണ്ട് എം.എ. ചെറിയാച്ചൻ പണ്ട് പാടാൻ പോയി. എം.എ. ചെറിയാച്ചൻ പണ്ടൊരു പാട്ട് പാടി, നാടില്ല നമുക്ക് ഉലകിൽ, വീടില്ല നമുക്ക് മരുവിൽ, നാടില്ല നമുക്ക് ആമേൻ, വീടില്ല നമുക്ക് മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടൊന്ന് നിരവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടൊന്നു നിരവിൽ, വാർന്നോരൻ പരനുലകിൽ തുമ്പങ്ങൾ തീർക്കുമ വരുമേ, എൻ പാടുകൾ ആകം നീടുമേ,
ഞാൻ പാടി കീർത്തനം ചെയ്യുമേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതിനേകത്തെ തെളിവും ഉറപ്പും നമ്മുടെ കർത്താവ് പറഞ്ഞേച്ചാ പോയത്. അവൻ വാക്ക് മാറുന്ന ദൈവമല്ല. ഊവെന്നും ഇല്ല ഇല്ല എന്നും അവന്റെ വാക്ക് അവനിൽ വിശ്വസിക്കാൻ പറ്റിയ, അംഗീകരിക്കാൻ പറ്റിയ, അനുഗമിക്കാൻ പറ്റുന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അപ്പൊ യേശു ക്രിസ്തു വീണ്ടും വരും. ഒന്നാമത്തെ തെളിവ് കർത്താവ് പറഞ്ഞു പോയി. രണ്ടാമത്തെ ഒരു തെളിവ് പറഞ്ഞ് എല്ലാ ഭാഗവും പറയാൻ സമയമില്ല. പ്രവർത്തിക്കുന്ന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. യേശു വീണ്ടും വരുമെന്നുള്ളതിന് രണ്ടാമത്തെ ഒരു തെളിവ്. അപ്പോൾ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. പശ്ചാത്തലം നമുക്കറിയാം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു പങ്കപ്പാടുകളൊക്കെ സഹിച്ച് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്ത് 40 ദിവസം തന്റെ ശിക്ഷമൃതങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ ഇവരെയെല്ലാം കൂട്ടി ബെഥാനിയോളം കൊണ്ടുപോയി അവര് നോക്കി നിൽക്കുമ്പോൾ അന്ത്യകൽപ്പന കൊടുത്ത യേശു മേളിലോട്ട് പോകുന്ന ഭാഗമാണ്. മേളിലോട്ട് പോയി ഒരു മേഘം വന്ന് മൂടി അവനെ മറച്ചു. അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞപ്പോ വെള്ളവസ്ത്രധാരികളാകുന്ന 2 ദൂതന്മാര് വന്ന് പറയുക, ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞ 2 ദൂതന്മാര് സാക്ഷ്യം പറയാ, അവൻ പോയതുപോലെ വീണ്ടും വരും. നമുക്കറിയാം. ഉറപ്പെന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവാകുന്ന മിശിഹാനമ്പുരാൻ ജനിക്കുന്നതിന് 6 മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറേത്ത് വന്ന് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കൃപ ലഭിച്ചപ്പോൾ നിനക്ക് വന്ദനം. വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോ ദൂതം പറഞ്ഞ് പേടിക്കണം, ഞാൻ ഗബ്രിയേല. ഉടനെ മറുപടി, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. മറിയ പരിഭ്രമിച്ചിങ്ങനെ ചോദിച്ചു, പുരുഷനെ അറിയാൻ എങ്ങനെ സംഭവിക്കും? മറുപടി, ഇത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, അത്യുന്നതന്റെ ശക്തിയാൽ നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകും. അവൻ മാനവജനതയെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. കർമ്മമാർഗം കൊണ്ട്, പുണ്യപ്രവൃത്തി കൊണ്ട്, ദാനധർമ്മം കൊണ്ടൊന്നും പാപം പരിഹരിക്കപ്പെടുകയില്ല. പാപം പരിഹരിക്കപ്പെടുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്താല. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഈ വസ്തുത പറഞ്ഞ് ദൂതൻ പറഞ്ഞേ ചെന്ന് പോയി. മറിയം വിശ്വസിച്ചു. പറഞ്ഞതുപോലെ മറിയം ഗർഭവതിയായി. പ്രസവകാലം തികഞ്ഞു. ആദ്യ ജാതനെ അവൾ പ്രസവിച്ചു. വടിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി. പാകമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു ദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭവതിയാകും, പ്രസവിക്കും. അതുപോലെ നടന്നു. നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവൻ 2 ദൂതന്മാര് വന്ന് പറയുക, അവൻ പോയതുപോലെ വീണ്ടും വരും. ഒരു ദൂതൻ പറഞ്ഞ കാര്യം അച്ചത്തായിട്ട് നടന്നെങ്കിൽ 2 ദൂതൻ പറഞ്ഞ കാര്യം നിശ്ചയമായിട്ട് നടക്കും. ഇന്ന് രാത്രി ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ബാക്കി ഭാഗം ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. യേശു ക്രിസ്തു വീണ്ടും വരും. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ഒന്ന് അവൻ രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന് ഹൃദയം കൊടുക്കണം. അവൻ ഇന്ന് രാത്രി കൈവെക്കാനെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അവൻ ഹൃദയം ഇന്ന് രാത്രി യേശുവിന് കൊടുക്കണം. യേശുവെ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ച്, കഷ്ടങ്ങൾ സഹിച്ച്, പീഡകളേറ്റ് എനിക്ക് വേണ്ടി അടിയും പാടുകളും സഹിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങയുടെ പരിശുദ്ധ രക്തം ചിന്തിയെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപം ക്ഷമിക്കണമെന്ന് ആരും ഇന്ന് രാത്രി യേശു കർത്താവിനോട് പ്രാർത്ഥിക്കും. അവരുടെ പാപം ഇന്ന് രാത്രി യേശു ക്ഷമിക്കും. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കും. ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ടവരെ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. അവൻ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ഒന്ന് രക്ഷിക്കപ്പെടണം. അവന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്ക് വായ് കൊണ്ട് ഏറ്റുപറയണം. യേശുവിനെ ഇന്ന് രാത്രി രക്ഷിതാവായിട്ട് ഏറ്റെടുക്കണം. 5 പൈസ മുടക്കണ്ട, യാതൊരു ഭൗതിക വസ്തുക്കളും മുടക്കണ്ട, യാതൊരു ഭൗതിക നേർച്ച കാഴ്ചകളും വെക്കണ്ട. ഇന്ന് രാത്രി ഹൃദയം യേശുവിന് കൊടുക്കുക.
ആരിന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും? ആർക്കും ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റെടുക്കാം. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴു ലോകത്തിന്റെ ദൈവമാ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് ഇവിടുന്ന് മടങ്ങി പോകാവോ? നാളെ ആകട്ടെ, അടുത്ത ദിവസമാകട്ടെ, നീട്ടരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു നാം അറിയുന്നില്ല. ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് പോകണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഇതൊക്കെ നാളെ വിസ്തരിക്കും. വെള്ളത്തിൽ മുങ്ങണം. ഞാൻ എപ്പോഴും പറയും, തളിക്കുന്നതും കുടയുന്നതും ഒന്നും വേദപുസ്തക പ്രമാണം ഉള്ളതല്ല. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിലിറങ്ങണം. സ്നാപകൻ കാര്യങ്ങൾ പറഞ്ഞ് സ്നാനാർത്ഥിയെ മുക്കണം. അത് യേശുക്രിസ്തുവിനോട് ചേരാനാ, യേശുക്രിസ്തുവിനെ ധരിപ്പാനാ, അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ, ദൈവത്തോട് നല്ല മനസാക്ഷിയാ, ദൈവത്തിന്റെ നീതി നിവർത്തിക്കുന്നതാ. അവൻ സ്തോത്രം. നാം ഉയർക്കണമെങ്കിൽ, അവൻ രൂപാന്തരപ്പെടണമെങ്കിൽ ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകണം. ഇന്ന് രാത്രി അവൻ 2, ജലത്തിൽ കർത്താവിനെ സാക്ഷിക്കണം. 3, പരിശുദ്ധാത്മ നിറവിനെ പ്രാപിക്കണം. അന്യഭാഷാ ഭാഷണത്തോട് അവൻ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. അത് ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കൃപാവരം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവിനെ പ്രാപിക്കണം. തീർന്നില്ല, അപ്പം നുറുക്കിൽ സംബന്ധിക്കണം. തിരുമേശ വരുമ്പോൾ അവൻ വെറുതെ ഇരിക്കുകയല്ല, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. തിരുമേശയിൽ വിശുദ്ധിയോടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ തിരുമേശ ഭക്ഷിക്കണം. കാരണം സമൃദ്ധിയായ ജീവൻ തരുവാൻ ആ സ്വർഗമഹിമ വിട്ട് യേശു ഇറങ്ങി വന്നത്. തിരുമേശയിൽ പങ്കുകാരാകണം. പോരാ, പ്രാർത്ഥന കഴിക്കണം. അവൻ വിശുദ്ധ ജീവിതം നയിക്കണം. വേർപാട് പാലിക്കണം. കൂട്ടായ്മ ആചരിക്കണം. ലോകത്തോടും ലോകമുഖത്തോടും അവൻ ഇണങ്ങി പോകരുത്. ഇന്ന് രാത്രി അതിനോട് വിരക്തി തോന്നണം. പൗലോസിന്റെ ഭാഷ പറഞ്ഞ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ പിന്നെ സുബോധത്തോടെ ജീവിക്കണം. മുമ്പേ ദൈവദാസൻ ഓർപ്പിച്ചത് സിനിമ മാത്രമല്ല, അത് അത്യാവശ്യമാണ്. സ്തോത്രം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെട്ടേക്കരുത്. ഇതിപ്പോൾ പൊതുവെ പറയേണ്ട കാര്യമല്ലെങ്കിലും അങ്ങ് പറയാം. ആണ്ടിയാത്തത്തിന് നിന്ന് ദൈവകുഞ്ഞ് രക്ഷിക്കപ്പെട്ടവർ പോകരുത്. 28 മാമോദിസായ്ക്കും ആണ്ടിയാത്തത്തിനും മരിച്ചു കഴിയുമ്പോഴേ ചില ചടങ്ങുകളുള്ളതിന് മരണ വീട്ടിൽ പോകണം, ദുഃഖത്തിൽ പങ്കുചേരണം, അവിടെ കൂടെ പോയി പ്രാർത്ഥിക്കണം, ആശ്വാസം. അത് കഴിഞ്ഞുള്ള ചടങ്ങ് വേദപുസ്തകം അനുവദിക്കുന്നില്ല. അവിടെ പോയി നെയ്യപ്പം ഉണ്ടാക്കാനും കൂടാനും ബാക്കി 5-6 കൂടിനകത്ത് കൊണ്ടുവരാനും ഓർക്കുമ്പോൾ മുറിച്ച് അയ്യോ കുഞ്ഞുങ്ങൾ പോകരുത്. സ്തോത്രം. ബർത്ത്ഡേ ആഘോഷിക്കരുത്. സ്തോത്രം. വെഡ്ഡിങ് ആനിവേഴ്സറി. സിനിമ മാത്രമല്ല, ഞാൻ ബാക്കി മുമ്പേ അതെല്ലാം ചേർന്ന് ഞാൻ മറന്നു പോയതാ. സ്തോത്രം. പിള്ളേരെ നമ്മൾ പെന്തിക്കോസുകാർ കൊച്ചു പെൺപിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാനൊന്നും വിടരുത്. രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു തള്ള എന്നോട് പറഞ്ഞു, മോളെ പാസ്റ്ററപ്പച്ചനെ ഒന്ന് ആടി കാണിച്ചേടി. ഞാൻ പറഞ്ഞു, വേണ്ട, പാട്ടറപ്പച്ചനെ കാണണ്ട, കാണുന്ന പാട്ടറപ്പച്ചൻ വരും. വേണ്ട ഡാൻസ്. ഇപ്പം ഈ എന്തുവാ ഒരു ഈ വെക്കേഷൻ ഉണ്ടല്ലോ, ഒരു എന്തുവാ ക്ലാസ്സാ, BBS. BBS നല്ലതാ, പക്ഷെ ക്രമം വിട്ടു പോകുന്ന പലതും യോഗ്യമല്ലാത്ത ഒറ്റയെണ്ണത്തിന് വിട്ടേക്കരുത്. ആക്ഷൻ സോങ് ആണെന്നൊക്കെ ഈ പറയുന്നത്. എന്തെല്ലാം കോക്കാൻ ബീച്ചാ ഇപ്പൊ കാണിക്കുന്നത്. ജീൻസ് ഇട്ടുണ്ടോ? ലോകം വേണ്ട. മനസ്സിലാകുന്നുണ്ടല്ലോ. BBSന് ഞാൻ എതിരല്ല. മാന്യമായിട്ടും യോഗ്യമായിട്ടും നല്ല സൺഡേ സ്കൂളുണ്ട്, അത് മതിയല്ലോ. സ്തോത്രം. നന്നായിട്ട് ദൈവവചനം പിള്ളേരെ പഠിപ്പിച്ചേ. നല്ല സൺഡേ സ്കൂളിൻ്റെ അത് മതിയെന്ന്. ഒത്തിരി കടമെടുക്കുന്നുണ്ട്. ഞാൻ BBSനെതിരല്ല, തെറ്റിദ്ധരിക്കരുത്. മാന്യമായിട്ടും യോഗ്യമായിട്ടും ദൈവത്തിന്റെ വചനപ്രകാരമുള്ളതാണെന്ന് കുഴപ്പമില്ല. ഇതിനോടെല്ലാം വിരക്തി ഉണ്ടായിരിക്കണം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. സിനിമ മാത്രമല്ല, പിണങ്ങും, എന്നാലും പിണങ്ങാനും കുഴപ്പമില്ല. വീട് വെക്കുന്നതിലും മാതൃക വേണം. വണ്ടി മേടിക്കുന്നതിലും വസ്ത്രം ധരിക്കുന്നതിലും എന്തിനാ വേണ്ടാത്തത്? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വണ്ടി ആവശ്യമാ, വീട് ആവശ്യമാ, വസ്തു ആവശ്യമാ, അന്ന് പോകുന്നത് വരെ അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. സ്തോത്രം. ഭയങ്കര വീടുകളൊക്കെ കോടികൾ മുടക്കി 10, 15, 20 കോടിക്കാ പണക്ക് ഇങ്ങനെ അങ്ങ് വാഴുക. എന്നിട്ടാ പറഞ്ഞ ലോകം എനിക്കു വേണ്ട. ആർക്കാ വേണ്ടത്? കുറ്റം പറയല്ല, ഇതൊക്കെ കാണുമ്പോൾ ഹൃദയത്തിന് വേദന വരുന്നു. ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടല്ല,
ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള കർത്താവിന്റെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും കൈവിടപ്പെട്ടു പോകരുത്. വിശുദ്ധ ജീവിതം നയിക്കണം. ഈ ലോകത്തിൽ വേർപാട് പാലിക്കണം. നാം ഇവിടത്തുകാരല്ലെന്ന് എല്ലാ വിഷയത്തിലും തെളിയിച്ചു കൊടുക്കണം. സ്തോത്രം. ഉടുപ്പിലും നടപ്പിലും കൊടുപ്പിലും ഇടപാടിലും സംസാരത്തിലും സഹകരണത്തിലും സ്തോത്രം സ്തോത്രം. വീട് വെക്കുന്നതിലും വണ്ടി വാങ്ങുന്നതിലും വസ്തു വാങ്ങുന്നതിലും വസ്ത്രം ധരിക്കുന്നതിലും സംസാരത്തിലും ആരാധനയിലും ഇടപെടുന്നതിലും ജോലി സ്ഥലത്തും സ്കൂളിലും കോളേജിലും സഭാതലത്തിലും സമൂഹത്തോടും അയലത്തുകാരോടും എല്ലാം എല്ലാ ഇടങ്ങളിലും തെളിയിക്കണം നമ്മൾ ഇവിടത്തുകാരല്ല അവിടത്തുകാരാ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഭക്തികേടും പ്രപഞ്ചഭോഗങ്ങളും വർദ്ധിച്ച് ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കണം. എന്തിനാണെന്നറിയാമോ? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു വരാൻ പോവുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ടുള്ള വരുവാനുള്ളവൻ വരും. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.